കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും പ്രാർത്ഥനയിലും ഉപവാസത്തിലൊക്കെ ആയിരിക്കുവാൻ സ്വർഗം നമ്മളെ പരിപാലിച്ചുവല്ലോ. നമുക്ക് ഇന്ന് പകൽ നേരവും കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കും. ചില വചനങ്ങളെ നമുക്ക് വേഗം ചിന്തിച്ച് നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് താന്നിരിക്കാം. സ്വന്തം അനവിധമായ ഭാരങ്ങളുടെ പ്രയാസങ്ങളുടെ എല്ലാം നടുവിലാണ് ഓരോ വിശുദ്ധന്മാരും കടന്നു പോകുന്നത്. ഈ ലോകം സ്തോത്രം അതിന്റെ വല്ലാത്ത ഒരു പ്രതിസന്ധി കാലഘട്ടത്തിലാണ് ഇന്ന് ആയിരിക്കുന്നത്. സ്വന്തം നാമം സ്വന്തം കർത്താവിന്റെ സ്വതന്ത്ര പദ്ധതി പ്രകാരം നമ്മളും ഒരുങ്ങുക. കർത്താവിന്റെ വരവിനായി നമ്മളെ തന്നെ നമ്മൾ വീണ്ടും സമർപ്പിക്കുക. ലോക സംഭവങ്ങൾ നമ്മൾ നോക്കുമ്പോൾ കർത്താവിന്റെ വരവ് കാണിക്കുന്നു, പ്രകൃതിയെ നോക്കുമ്പോൾ കർത്താവിന്റെ വരവിനെ കാണിക്കുന്നു. ഏറ്റവും വലുതായിട്ട് മനുഷ്യന്റെ പാപ സ്വഭാവം വളരെ വർദ്ധിക്കുകയാണ്, ശക്തിപ്പെടുകയാണ്. കാരണം കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവ് അടുത്തിരിക്കുകയാണ്. അതുപോലെ സഭയ്ക്കകത്ത് നുഴഞ്ഞു വരുന്ന സ്തോത്രം പല ദുരുപദേശങ്ങളും, അത് വചനം വിട്ട സ്വഭാവങ്ങളും, ശുശ്രൂഷകരിലാണെങ്കിലും സ്തോത്രം മ്ലേച്ഛകരമായ പല കാര്യങ്ങൾ കേൾക്കുകയും അതുപോലെ സ്തോത്രം മനസാക്ഷിയെ വിലക്കുന്ന പല കാര്യങ്ങളും മടികൂടാതെ ചെയ്യുന്ന നിലവാരത്തിൽ സഭയ്ക്കകത്ത് കാണുകയും ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കുകയാണ് നമ്മുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ വളരെ ഉണർന്ന് നമ്മൾ പ്രാർത്ഥനയോട് കൂടെ ആയിരിക്കാം. ഈ ലോകത്തിൽ നമ്മളൊന്നും നേടുവാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ജീവനെ, നിത്യജീവനെ നമ്മൾ സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം അതിനെ പ്രാപിക്കുവാനായിട്ട് ഇടയാകട്ടെ. നമ്മൾ ഒരുക്കമുള്ളവരായി തീരാമെന്ന് പകൽ നേരം നമുക്ക് ദൈവസ്ഥൻ നമ്മൾ പ്രാർത്ഥനയോട് കൂടെ ആയിരിക്കും. എന്റെ ഹൃദയത്തിൽ നിന്ന് ഇടപെട്ട ഒരു ആലോചന, ഞാൻ പല വിഷയങ്ങൾ പ്രസംഗിക്കണമെന്ന് ഹൃദയത്തിൽ ആഗ്രഹിച്ചപ്പോഴും ഒന്നും എനിക്കൊരു നിയോഗം കിട്ടിയില്ല. അങ്ങനെ ഇരുന്നപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ 2-3 ഭാഗം എന്റെ ഹൃദയത്തിൽ ശോഭിച്ചു. നമുക്കിന്ന് പകൽ നേരം നമുക്ക് ആ വിഷയങ്ങളെ നമുക്കൊന്ന് ചിന്തിക്കുവാനായിട്ട് ഇടയായി തീരാം. ആമേൻ. ഹല്ലേലൂയ സ്തോത്രം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് സ്തോത്രം ചില ഭാഗങ്ങൾ നമുക്കെടുക്കാം. മർക്കോസ് സുവിശേഷം 13-ാം അധ്യായം അതിന്റെ 22-ാം വാക്യം. 13-ാം അധ്യായം 22-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിപ്പാനായി അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്റെ ഹൃദയത്തിൽ ഇടപെട്ട ഒരു ഭാഗമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ നൽകിയ വാക്യമാണിത്. ഇത് നമ്മൾ ഈ വാക്യത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ സ്തോത്രം സമാന്തര സുവിശേഷങ്ങളിലാണെങ്കിലും മത്തായി സുവിശേഷം 24, മർക്കോസ് 13, ലൂക്കോസ് 21 എന്ന 3 ഭാഗങ്ങൾ സമാന്തര സുവിശേഷം നമ്മൾ കാണുന്നത് യേശു ക്രിസ്തുവിന്റെ ഒലിവുമല പ്രഭാഷണത്തെ കുറിച്ചാണ് കാണുന്നത്. വരുവാനുള്ള ലോകത്തെ കുറിച്ചും വരുവാനുള്ള ന്യായവിധിയെ കുറിച്ചും വളരെ വ്യക്തമായി കാണുന്ന ഒരു ഭാഗമാണ് നമ്മൾ ഈ 3 അധ്യായങ്ങളിൽ 3 പുസ്തകങ്ങളിൽ നമ്മൾ കാണുന്നത്. സ്തോത്രം. അതായത് യുഗത്തിന്റെ അവസാനത്തിൽ എന്ത് സംഭവിക്കും, സ്തോത്രം യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവിന് മുമ്പായി ലോകത്ത് എന്തൊക്കെ സംഭവിക്കും, സ്തോത്രം ലോക സംഭവങ്ങൾ ഏത് വിധത്തിൽ കാര്യങ്ങൾക്ക് ചലനമുണ്ടാകും, സ്തോത്രം വരുവാനുള്ള എതിർ ക്രിസ്തുവിന്റെ ഭരണകാലത്ത് സ്തോത്രം ഭൂമിയുടെ മേൽ വരുവാനിരിക്കുന്ന ന്യായവിധി ഏതൊക്കെ വിധത്തില് എന്നുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായി യേശുക്രിസ്തുവിന്റെ വായിൽ നിന്ന് നമ്മൾ കേൾക്കുന്ന രംഗമാണ് നമ്മൾ ഈ വായിച്ച 13-ാം അധ്യായത്തിൽ, മർക്കോസ് 13-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. എന്നാൽ മറ്റ് 2 സുവിശേഷത്തിൽ നിന്നും വ്യത്യസ്തമായി എന്റെ ഹൃദയത്തിൽ ഇടപെട്ട ഒരു പ്രധാനപ്പെട്ട വാക്യം ഇതാണ്. അതിന്റെ 22-ാം വാക്യത്തില് നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്: കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിക്കുവാനായി അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും. അപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അവസാന കാലഘട്ടത്തിൽ ഇവിടെ സഹോദരൻ മനസ്സിലാകണം, കർത്താവായ യേശുക്രിസ്തു തന്നെ പറഞ്ഞിരിക്കുകയാണ്, സത്യം ഗ്രഹിച്ചിരിക്കുന്ന വിശ്വാസികൾ തെറ്റിപ്പോകുക എന്ന പദ്ധതിയുമായിട്ട് സാത്താൻ ചിലരെ രംഗപ്രവേശനം ചെയ്യിപ്പിക്കും. ആമേൻ. സാത്താൻ ചില വ്യക്തികളെ എഴുന്നേൽപ്പിക്കുമെന്ന് നമ്മൾ ഈ വചനങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാൻ സാധിക്കും. ആമേൻ. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും. മനുഷ്യർ സ്വസ്നേഹികൾ, ദ്രവ്യാദികൾ, വമ്പ് പറയുന്നവർ, ദൂഷകന്മാർ, അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവർ, സ്വതന്ത്രം ആ കാറ്റഗറിയിൽപ്പെട്ട ഒരു വലിയ ലിസ്റ്റ് അവിടെ പൗലോസ് അവിടെ പറയുന്നുണ്ട്. തന്റെ ലേഖനത്തിൽ തിമോഥെയോസിന്റെ 2-ാം ലേഖനത്തിന്റെ അകത്താണ് ആ വിഷയങ്ങൾ പറയുന്നത്. അപ്പോൾ ആ ഭാഗം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അവിടെ പറയുന്നൊരു കാര്യമുണ്ട്. സ്വതന്ത്രം തന്റെ വൃതന്മാർ ഒരുക്കപ്പെട്ടിരിക്കണം. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ സ്തോത്രം അവരുടെ വിശ്വാസം
തകർന്നു പോകുവാൻ സ്വതം അനേക ദുഷ്ട മനുഷ്യർ കടന്നു വരും. ഏത് കാലഘട്ടത്തിൽ? ഈ കാലഘട്ടത്തിൽ, യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവിന്റെ കാലഘട്ടത്തിൽ അങ്ങനെ സംഭവിക്കും. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഈ കാലഘട്ടത്തെ കുറിച്ച് പറയുകയാണ്, ദുർഘട സമയങ്ങൾ. എവിടെ? അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. സഭയ്ക്കകത്ത് നമ്മൾ നോക്കുമ്പോൾ ഇത് കാണുവാൻ സാധിക്കുന്നുണ്ട്. നേതാക്കന്മാരിൽ നമ്മൾ നോക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ ഒരുക്കപ്പെട്ടിരിക്കുന്ന ഒരു ചെറിയ കൂട്ടം കർത്താവിന്റെ വരവിനായിട്ട് കാത്തിരിക്കുന്നതുകൊണ്ട് ആമേൻ. അപ്പോൾ തന്നെ എല്ലാം ഇളകി മറിയുന്ന ഒരു പശ്ചാത്തലത്തിലേക്ക് സ്തോത്രം ഈ സംഘടനകളും സ്തോത്രം ഹാളിലെ കാര്യങ്ങളും നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ മനസ്സിലാക്കണം, ഇവിടെ നമ്മുടെ കർത്താവിന്റെ വരവിനെ അത് വിളിച്ചോതുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആമേൻ. നമ്മൾ ആ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ ഹല്ലേലൂയ, ഈ രണ്ട് ഭാഗം നമുക്കൊന്ന് വേറെ രണ്ട് ഭാഗമാണ് നമ്മൾ കണക്ട് ചെയ്ത് നമ്മൾ ചിന്തിക്കും. കർത്താവ് സഹായിക്കുന്നത് പോലെ സ്തോത്രം നമ്മൾ അവിടെ ചിന്തിക്കുമ്പോൾ സ്തോത്രം ഹല്ലേലൂയ, നമ്മളവിടെ സ്തോത്രം തിമോഥെയോസിന്റെ ലേഖനത്തിലാണ് നമ്മൾ 3-ാം അധ്യായത്തിൽ നിന്ന് നമ്മളിപ്പോൾ വായിച്ച ആ ഭാഗം ഒന്ന് വായിക്കാവോ? ആമേൻ. വായിച്ചാട്ടെ, 3:1 മുതൽ വായിച്ചാട്ടെ. തിമോഥെയോസിന്റെ ലേഖനം, തിമോഥെയോസിന്റെ 2-ാം ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യം മുതൽ. സമയങ്ങൾ വരും എന്നറിയുക. മൈക്ക് ചേർത്ത് വെച്ച് വായിക്കേ, അതിന്റെ കൂടെ വ്യക്തമാകുന്നില്ല. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്നറിയുക. മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പു പറയുന്നവരും അഹങ്കാരികളും ദൂഷണന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷണിക്കാരും അജിതേന്ദ്രിയന്മാരും ഉഗ്രന്മാരും സൽഗുണദ്വേഷികളും രോഗികളും ധാർഷ്ട്യക്കാരും നിഗളികളുമായി ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തിയെ ത്യജിക്കുന്നവരുമായിരിക്കും. അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവസാന കാലത്ത് ഈ ലിസ്റ്റിന്റെ അകത്ത് പറയുന്ന ഒരു പ്രധാന കാര്യമുണ്ട്. അത് പറയുന്നത് അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവർ, അല്ലേ? അമ്മയപ്പന്മാരെ അനുസരിക്കാത്ത തലമുറയെ കുറിച്ച് ഇവിടെ വ്യക്തമായി പൗലോസ് ആത്മാവിൽ ദർശിച്ചിട്ടാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ അത് മാത്രമല്ല, അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവർ മാത്രമല്ല, ലിസ്റ്റിന്റെ അകത്ത് പറയുന്നു വാത്സല്യമില്ലാത്തവരുണ്ട്, ഇണങ്ങാത്തവരുണ്ട്, ഏഷണിക്കാരുണ്ട്, അജിതേന്ദ്രിയന്മാർ. അജിതേന്ദ്രിയൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്തോത്രം അവരുടെ സെൻസ് അല്ലെങ്കിൽ അവരുടെ ഇന്ദ്രിയങ്ങളെ ജയിക്കുവാൻ കഴിയാതെ, ഇന്ദ്രിയജയമില്ലാത്ത സ്തോത്രം ഒരു വലിയ കാറ്റഗറി ഉള്ള ഒരു കാലഘട്ടമാണ് ഇന്ന് വരുന്നത്. നമ്മൾ ഇന്ന് പത്രം എടുത്ത് വായിച്ചാൽ അല്ലെങ്കിൽ നമ്മൾ ന്യൂസ് കേട്ട് കഴിഞ്ഞാൽ കേൾക്കുന്ന വാർത്തകൾ ഏത് വിധത്തിലാണ്? നമ്മൾ അതിൽ കാണുമ്പോൾ നിയന്ത്രണമില്ലാത്ത ഒത്തിരി കാര്യങ്ങളാണ് വരുന്നത്, അല്ലെ? പെട്ടെന്ന് ദേഷ്യം കയറി വെട്ടിക്കൊന്നു, പെട്ടെന്ന് ദേഷ്യം കയറി അവനെ അടിച്ചു കൊന്നു, പെട്ടെന്ന് നിന്ന് നിപ്പിന് ഒരുവന് പെട്ടെന്ന് കാമം മൂത്തു, പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞല്ലേ, പെട്ടെന്ന് വീട് കയറി ഉപദ്രവിക്കുന്നു, പിടിച്ചു കെട്ടി പീഡിപ്പിക്കുന്നു. ഇതൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കാലഘട്ടമാണിത്. വ്യക്തമായി പറഞ്ഞ് ഈ കാലഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ ഈ കാലഘട്ടം നമ്മൾ അടുത്തൊരു കാര്യം, ഇണങ്ങാത്തവര്, ഏഷണിക്കാര്, ഏഷണി പറയുന്നവര്, അല്ലേ? എത്രത്തോളം കാണുന്ന അല്പമായ താല്പര്യങ്ങൾക്കും ചില ലാഭങ്ങൾക്കും വേണ്ടി നുണ പറയുന്ന ഒരു വലിയൊരു കൂട്ടരാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ വണ്ടി അല്ലെ സർവീസ് അല്ല റിപ്പയറിന് വേണ്ടി കടന്നു വന്നു. എന്നെ വളരെ ചിന്തിപ്പിച്ചൊരു കാര്യമാണ്. അതിന്റെ കമ്പനി കൊണ്ടുവന്നപ്പോൾ അവരെന്നോട് പറഞ്ഞു 3800 രൂപയാവെന്ന് പറഞ്ഞു. അതേ സാധനം പുറത്തൊരു ലോക്കൽ വർക്ക്ഷോപ്പിൽ കാണിച്ചപ്പോൾ അതേ സാധനം വെച്ച് ചെയ്ത് 2500 രൂപയ്ക്ക് ചെയ്ത് തരുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പൊ കമ്പനി കൊടുത്താൽ അവരുടെ പ്രോഡക്റ്റ് അവർ നന്നാക്കി തരുമ്പോ ആ വില കുറച്ചല്ലേ ചെയ്ത് കൊടുക്കട്ടെ, അവരുടെ സാധനം ഉപയോഗിക്കുന്നതല്ല. അപ്പൊ അതൊന്നുമില്ല. അപ്പൊ അതിനുവേണ്ടി ഇരട്ടി പൈസ പറയാനും മടിയില്ല. അപ്പൊ ഏഷണിക്കാരെന്ന് പറയുമ്പോ മനസ്സിലാക്കണം, നമ്മൾ ചിന്തിക്കുന്ന നിലവാരത്തിലല്ല, അല്പമായ താല്പര്യങ്ങൾക്കും സ്വാർത്ഥമായ ലാഭത്തിനും വേണ്ടി എന്തു പ്രസംഗിക്കാനും എന്തു പറയാനും സ്തോത്രം മടിയില്ലാത്തൊരു തലമുറയിലാണെന്ന് വന്നിരിക്കുന്നത്. അവൻ ലാഭം ഏതു വിധത്തിലും കൈക്കലാക്കുക. ലാഭം പോയിരുന്നവൻ ബുദ്ധിമാനാണ്. ലാഭത്തിന് മീതെ ഇരുന്ന് മറ്റുള്ളവരെ നിയന്ത്രിക്കണം. കാര്യം അവന് ലഭിച്ച ബുദ്ധി മറ്റുള്ളവർക്കില്ലല്ലോ. ഇവൻ എങ്ങനെയും മറ്റുള്ളവനെ വശത്താക്കിയും വശീകരിച്ചും തകർത്തും അവന്റെ ഭൗതിക നന്മകൾ വർദ്ധിപ്പിക്കുന്നത് ലോകം അവനെ വിളിക്കും ബുദ്ധിമാനെന്ന്. അങ്ങനെ അനേക ബുദ്ധിമാന്മാർ ഇന്ന് ഭൂമിയിലുണ്ട്. പക്ഷേ ദൈവവചനം പറഞ്ഞ് ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ആരാണുള്ളത്? അപ്പൊ ദൈവത്തെ
അന്വേഷിക്കുന്നവൻ മനസ്സിലാകും ഈ പോക്കല്ല, ഈ ലോകവും ഇതിന്റെ യാത്രയെല്ലാം കീഴെ പാതാളത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതിൽ നിന്ന് ഒഴിവുള്ളവരാകെ നമുക്ക് മാത്രമേ ഉള്ളൂ. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് മാത്രമാണ് ഇതിൽ നിന്ന് ഒഴിവുകളുള്ളൂ. ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് പകൽ നേരം ദൈവത്തിൽ നിന്ന് പ്രാർത്ഥിക്കാനും ഉപവസിക്കാനും കാരണമായി തീരുന്നത്. ഈ ലോകം അതിന്റെ നാശത്തിലേക്ക് പോകുമ്പോൾ അതിൽ നിന്ന് വേർപെട്ടിരുന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനാണ് നമ്മൾ കർത്താവിന്റെ പാദപീഠത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഈ പറഞ്ഞ കാറ്റഗറിയിലുള്ള വിഷയങ്ങൾ വായിക്കുമ്പോൾ, ആമേൻ, തിമോഥെയോസ് ലേഖനം നമ്മൾ വായിച്ചു, വാത്സല്യമില്ലാത്തവർ, ഇണങ്ങാത്തവർ, ഏഷണിക്കാർ, അജിതേന്ദ്രന്മാർ, ഉഗ്രന്മാർ. ചിലരുടെ നോട്ടം നമ്മൾ നോക്കുമ്പോൾ, അവരുടെ കണ്ണിലേക്ക് നോക്കുമ്പോൾ അവരുടെ കണ്ണിലങ്ങ് ഭയങ്കര ഉഗ്രത ഒളിഞ്ഞിരിക്കുകയാണ്, അല്ലേ? പുറമെയുള്ള വേഷപ്രകടനങ്ങളെല്ലാം അവനിലെ ഉഗ്രമനുഷ്യനെ. ഇന്നത്തെ സിനിമകള് ഒന്ന് പോയി കാണണം. പല വിധത്തിൽ കൊലപാതകം ചെയ്യുന്നതിനെ കുറിച്ച്, പല വിധത്തിൽ മനുഷ്യനെ വെട്ടിക്കീറുന്നതിനെ കുറിച്ചൊക്കെ ഉള്ള സ്തോത്രം ഹല്ലേലൂയ കഥകളും കാര്യങ്ങളുമാണ് ഇന്ന് മനുഷ്യൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആമേൻ. അതായത് ഏതൊരു സിനിമയെ അവസാനിപ്പിക്കുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാൽ വലിയൊരു വൈരാഗ്യ ഹൃദയത്തെ സൃഷ്ടിച്ചുകൊണ്ടാണെന്ന് ഓർക്കണം കാഴ്ചക്കാരെ വീടുകളിലേക്ക് പറഞ്ഞയക്കുന്നത്. ഈ ഒരു നിലവാരത്തേക്ക് ലോകം എത്തിക്കഴിഞ്ഞു. മനസ്സിലാകുന്നുണ്ടോ? എല്ലാവരും ഉഗ്രന്മാരാണ് എന്ന് തെളിയിക്കാനുള്ള സാധ്യത തേടി നടക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആമേൻ. ഒരുവൻ ബലഹീനന്റെ മീതെ ബലവാൻ അവന്റെ ഉഗ്രബലം സ്തോത്രം ശക്തമായി അവന്റെ മേൽ പ്രകടിപ്പിച്ച് അവനെ കീഴ്പ്പെടുത്തുമ്പോൾ, ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ, ബലഹീനനായി കിടക്കുന്നവൻ സ്തോത്രം ദുഷ്ടന്റെ കയ്യിൽ അല്ലെങ്കിൽ അവരുടെ ശത്രുവിന്റെ കയ്യിൽ, ബലവാന്റെ കയ്യിൽ കീഴിൽ അമർന്ന് അവന്റെ പ്രാണൻ വെടിയുന്നത് കണ്ട് ആസ്വദിക്കുന്ന ഒരു തലമുറയിലാണ് നമ്മൾ വന്നു കിടക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ മനസ്സിലാക്കിക്കോണം, ഇതിനെല്ലാം വേണ്ടി പ്രാർത്ഥിച്ചാലൊന്നും മാറില്ല. ഇതിനു വേണ്ടി പരസ്യോഗം നടത്തിയിട്ടൊന്നും കാര്യമില്ല. മാനസാന്തരം പ്രസംഗിക്കുക, പാപം വിട്ടൊഴിയാൻ, സത്യം വിളിച്ചു പറയുക, കേട്ട് രക്ഷിക്കപ്പെടുന്നവൻ ദൈവരാജ്യത്തിന് അവകാശമായി തീരും. അല്ലാതെ ഇവർക്ക് മാറ്റം വരുന്നില്ല. ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ ചോദിച്ചൊരു കാര്യമാണ്, ഇക്കണ്ട പരസ്യോഗങ്ങളെല്ലാം മുട്ടിന് നടത്തി, എന്നിട്ട് എന്താ ഇത് മാറാത്തത്? അപ്പോൾ ജനത്തെ തൊടുന്നില്ല. ഇതൊരു കലാപരിപാടിയായിട്ട് മാറുകയാണ് ഇന്ന് പലപ്പോഴും പരസ്യയോഗങ്ങൾ. കലാപരിപാടിയല്ല പരസ്യയോഗങ്ങൾ, അല്ലെ സുവിശേഷ പ്രവർത്തനങ്ങൾ കലാപരിപാടിയാക്കരുത്. നിന്റെ പ്രസംഗ വൈഭവം മറ്റുള്ളവരെ കാണിച്ചിട്ട് നിനക്ക് സ്റ്റേജ് കിട്ടും, പക്ഷെ നിന്റെ പ്രസംഗം കൊണ്ട് ഒരുവന്റെ ഹൃദയത്തിൽ ഒരു മാനസാന്തരം ഉണ്ടാകുന്നില്ലെങ്കിൽ നീ വേസ്റ്റ് ആണ് ദൈവത്തിന്റെ പ്രകാരം. അപ്പൊ സത്യം പറയുവാനാണ് കർത്താവ് നമ്മളെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത്. അത് പറയുന്നില്ലെങ്കിൽ ഈ പ്രകടനങ്ങൾ കൊണ്ട് ആർക്കും ഗുണമില്ലെന്ന് മനസ്സിലാക്കണം. ആമേൻ. അങ്ങനെ ഒരു വല്ലാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. വളരെ ശ്രദ്ധിക്കണം. അവിടെ വചനം 2 തിമോത്തി 3:4 നമ്മൾ വായിക്കുമ്പോൾ സൽഗുണ ദോഷികളും ദ്രോഹികളും ദാഷ്ടികര 3 വാദം ശ്രദ്ധിക്കും. എന്താണ് സൽഗുണ? എന്താണ് സൽഗുണ ദോഷികൾ? സൽഗുണങ്ങളെ വേണ്ടെന്ന് വെക്കുക. അയ്യോ ഇങ്ങനെ പറയരുത് കേട്ടോ. ആരടാ പറഞ്ഞ? എനിക്ക് പറയാതെ. ഇങ്ങനെ പ്രവർത്തിക്കരുത് കേട്ടോ, ഇതൊന്നും ന്യായമല്ല. എവിടെയാടാ ന്യായനീതി? നീയല്ലേ കൊണ്ടുവരുന്ന ന്യായനീതി? അപ്പൊ ഈ നിലവാരത്തിൽ ഗുണങ്ങളെ ദ്വേഷിക്കുന്ന തലമുറ ഇത് തന്നെയാണ്. ഒരു 20-25 വർഷം മുമ്പ് പരസ്യമായി ചെയ്ത എല്ലാവരും പരസ്യമായിട്ട് പലതിനെയും ശാസിക്കും, പലതിനെയും അമർച്ച ചെയ്യും. പക്ഷെ ഈ കാലഘട്ടത്തിൽ ദോഷം പ്രവർത്തിക്കുന്നത് കണ്ടാൽ അത് ദോഷമാണെന്ന് പറഞ്ഞാൽ അവൻ പുറത്താകുന്ന നിലവാരത്തിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന കാര്യം ശ്രദ്ധിക്കണം. സൽഗുണ ദോഷികൾ എന്ന് പറയുമ്പോൾ ഗുണങ്ങളെ ദ്വേഷിക്കുന്ന തലമുറ ഈ തലമുറയല്ലേ? അപ്പൊ ഈ കാലഘട്ടത്തിൽ തന്നെയാണ് യേശുക്രിസ്തുവിന്റെ വരവ്. എന്തിനാണ് യേശുക്രിസ്തു സ്വന്തം കർത്താവിനായി ഒരുക്കപ്പെട്ടിരിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കുവാൻ മടങ്ങി വരുമ്പോൾ ഇതിന്റെ ഇടയിൽ നിന്നാണ് ഓർക്കണം, നമുക്കിവിടെ ജീവിക്കുവാൻ കഴിയാത്ത, സഭയ്ക്കിവിടെ നിൽക്കുവാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ഇവിടെ ഒരുമ്പോൾ മനസ്സിലാക്കണം, നമ്മുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുകയാണ്. ആമേൻ, ഹല്ലേലൂയ. നമുക്ക് ജീവിക്കുവാൻ കഴിയാത്ത സാഹചര്യം ഇവിടെ ഒരുങ്ങണം. അത് ഒരുങ്ങിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ശ്രദ്ധിക്കണം, സഭ വിശുദ്ധമാണ്, നിഷ്കളങ്കയാണ്. കർത്താവായ യേശുക്രിസ്തുവിനെ കാത്തിരിക്കണം. മറ്റുള്ളവരെ പ്രതി നമ്മൾ ഒരിക്കലും എവിടെ ചെളിയിലിരിക്കുവാൻ ഇടയാകരുത്. ആമേൻ. വായിച്ചടുത്ത വാക്കി വായിച്ചേ. സൽഗുണ ദ്വേഷികളും ഇവിടെ തിരക്കട്ടെ ദ്രോഹികൾ. ഇന്ന് എവിടെ നമ്മുടെ സോഷ്യൽ മീഡിയ എടുത്തു നോക്കുക, ഏതൊക്കെ വിധത്തിൽ കൊലപാതകം ചെയ്യുന്ന ക്ലിപ്പുകൾ, അല്ലെ? ഏതൊക്കെ വിധത്തിൽ ഉപദ്രവിക്കുന്ന ക്ലിപ്പുകൾ.
പീഡിപ്പിക്കുന്ന കിളിപ്പുകൾ, ഇതൊക്കെ ഇതിന്റെ അകത്ത് നിറയുന്നതിന് കാരണമെന്നാ? ഇത് കണ്ട് അതുപോലെ ചെയ്യുവാനാണ് ക്രിസ്തു ഇല്ലാത്തവന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. അവൻ മാതൃകയാക്കുന്നത് ഇവന്റെ കണ്ണിന്റെ മുമ്പിൽ കാണുന്ന ജീവിത ശൈലിയെ അഡോപ്റ്റ് ചെയ്ത് അതുപോലെ അത് എക്സ്പ്രസ് ചെയ്യാനാണ് വരുന്നത്. അപ്പോൾ ആ വാക്യം ശ്രദ്ധിക്കണം. ദ്രോഹികൾ, ഈ കാലഘട്ടത്തിൽ ദ്രോഹികൾ ശ്രദ്ധിക്കണം. ഒരു വീട്ടിലെ അപ്പനെ അമ്മയെ കുടുംബത്തിലുള്ളവരെല്ലാം വെട്ടിക്കൊല്ലാൻ മടിയില്ലാത്ത ചെറുക്കൻ, അവന്റെ ഉള്ളിലിരിക്കുന്ന സാത്താൻ എത്ര ഭീകരമായിട്ടാണ് അവനെ ആ നിലവാരത്തിലാക്കിയിരിക്കുന്നത്. ആമേൻ, ശ്രദ്ധിക്കണം. അപ്പൊ പാപത്തിനെതിരെ നിൽക്കുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. നാം പാപത്തിൽ നിന്ന് മോചനം വന്നതുകൊണ്ടാണ് ഇത് കർത്താവിനെ ആത്മാവ് സത്യത്തിലും ആരാധിക്കുന്നത്. നാം പാപമോചനം അനുഭവിച്ച് നമ്മൾ ദൈവ മക്കളായി തീർന്നു. ആമേ, തന്റെ ആത്മാവാകുന്ന പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു ദൈവ മക്കളായി തീർന്നവർക്ക് മാത്രമാ കർത്താവിന്റെ സ്ഥലത്ത് നിൽക്കുവാൻ കഴിയത്തുള്ളൂ. അപ്പൊ ശ്രദ്ധിക്കണം, ഇവിടെ വായിക്കുന്ന വാക്ക് ശ്രദ്ധിക്കണം. സ്തോത്രം, ഹല്ലേലൂയ. അവിടെ വായിക്കുന്നത് എന്താണ്? സൽഗുണദോഷികളും ദ്രോഹികളും ദാഷ്ട്യക്കാര്. ആമേൻ, ദാഷ്ട്യം. ആമേൻ, ഹല്ലേലൂയ. ദാഷ്ട്യം കാണണമെന്നുള്ള വഴിയിൽ ഇറങ്ങി നോക്കണം. ഞാനാണോ നീയാണോ വലുത്? എന്റെ ജോലിയാണോ നിന്റെ ജോലിയാണോ വലുത്? എന്റെ പണമാണോ നിന്റെ പണമാണോ? എന്റെ കുടുംബമാണോ നിന്റെ കുടുംബമാണോ? എന്റെ ബന്ധങ്ങളാണോ നിന്റെ ബന്ധങ്ങളാണോ? അപ്പോൾ ദാഷ്ട്യത്തിന് ഒരു കുറവില്ല. ഇന്ന് ഒത്തിരി പേര് ഈ കൂട്ടുകെട്ട് വർദ്ധിപ്പിക്കുന്നതിന് കാരണം എന്നാണെന്നറിയോ? അല്ല, വേണ്ട, മറ്റുള്ള ഒരു വലിയ പലവിധ സർക്കിൾസ്, ഫ്രണ്ട് സർക്കിൾസ് ഒരുക്കുന്നതിന് കാരണം എന്നാണെന്നറിയാവോ? ഇവരെ ഒരു പ്രശ്നം വന്നാൽ ഇവരുടെ ദാഷ്ട്യത്തിന് കാണിച്ച് പിടിച്ചു നിൽക്കണ്ടേ? ആമേൻ. അതിനു വേണ്ടിയാണ് ഈ പല ഗ്രൂപ്പുകളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്നോട് കളിച്ച ഞാൻ കാണിച്ചു തരാം, എന്റെ കയ്യിൽ ഒരു വലിയൊരു അംഗബലമുണ്ട്, നിന്നെ നിന്റെ കുടുംബത്തെ ഇല്ലാതാക്കും, മനസ്സിലാകുന്നു, ഞാൻ കൊല്ലും. ആമേൻ. കയ്യീനിന്റെ ഹൃദയത്തിൽ നിന്ന് പറഞ്ഞ അതേ ഡയലോഗ് ഇന്ന് ഹൃദയങ്ങളിൽ സ്തോത്രം അതിങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. കരങ്ങൾ ഉദ്യോഗത്തോട് മഹത്വപ്പെടുത്തിയാട്ടെ. അപ്പോൾ ശ്രദ്ധിക്കണം, ഇതാണ് ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ പറയുന്നത് ഇതൊക്കെ എന്തിനാ ഇപ്പം പറയുന്നതിന് വളരെ കാരണമുണ്ട്, വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട്. ആ വിഷയത്തിലേക്ക് കർത്താവ് സഹായിച്ച നമ്മൾ എത്തും. അപ്പോൾ അടുത്ത 2-3 വാക്കുകൾ വായിച്ച്, 2-3 ക്യാരക്ടേഴ്സ് കൂടെ വായിച്ച്. ഇപ്പോൾ ഏതെത്തി? ദ്രോഹികളായി ദാഷ്ടിക്കാൻ. അടുത്തത് ഇത്രയും കാര്യമുണ്ട്. പിന്നെ സ്വർഗത്തിലൊരു ദൈവം ഉണ്ടെന്നൊന്നും പറഞ്ഞുകൊണ്ട് നടന്നേക്കരുത്. മനസ്സിലാകുന്നുണ്ടോ? ദാഷ്ട്യവും സ്തോത്രം ഹാലല്ലേ, ദാഷ്ട്യവും ദ്രോഹവും സൽഗുണദോഷവും ഒക്കെ ഉള്ളവനാണെങ്കിൽ മനസ്സിലാക്കണം, സ്വർഗത്തിന് ദൈവം ഒന്ന് കാണുന്നുണ്ടെന്ന് മേലെ ഇവിടെ പറഞ്ഞേക്കരുത്. മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെയുള്ള ഒരു തലമുറയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇതെല്ലാം കണക്ക് ബോധിപ്പിക്കേണ്ടതായിട്ട് വരും എന്ന് വിശ്വസിക്കുന്ന ഒരു തലമുറയല്ല ഇത്. ഹല്ലേലൂയ. നാം എങ്ങനെയാ ദൈവം ഉണ്ടെന്ന് എങ്ങനെ അറിഞ്ഞേ? നമ്മുടെ പാപത്തെ ഏറ്റുപറഞ്ഞ് നാം മാനസാന്തരപ്പെട്ടപ്പോൾ ദൈവത്തിന്റെ ആത്മാവാകുന്ന പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ പകരുവാൻ ഇടയായി തീർന്നു. അപ്പോൾ മനസ്സിലാക്കി, കർത്താവിന്റെ സുവിശേഷത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന വാക്യം അനുസരിച്ച് യേശു ക്രിസ്തു എവിടെ പോയി? എവിടെ പോയി? കർത്താവായ യേശു ക്രിസ്തു സ്വർഗത്തിൽ പോയി. ശ്രദ്ധിച്ചിരിക്കുക. നല്ല സുഖം തോന്നുന്നുണ്ട്. നരകത്തിൽ ഇതിനും ചൂടാ. ശ്രദ്ധിച്ചിരിക്കുക. സ്തോത്രം ഹാലലെ. മനസ്സിലാക്കണം, കർത്താവായ യേശു ക്രിസ്തു പിതാവിന്റെ സന്നിധിയിലേക്ക് പോയി. അവിടെ നിന്ന് വാഗ്ദത്തമാകുന്ന പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് നമ്മുടെ മേൽ പകർന്നു നൽകിയിരിക്കുന്നു. എന്റെ മേൽ പരിശുദ്ധാത്മാവ് വന്നതിന് കാരണം കർത്താവായ യേശു ക്രിസ്തു മരണത്തെയും പാപത്തെയും ജയിച്ച് പിതാവിന്റെ സന്നിധി കയറി പോയി എന്നുള്ള തെളിവാണ്. അപ്പോൾ ഇത് അനുഭവിക്കുന്ന വ്യക്തിക്ക് മാത്രമേ ദൈവം ഉണ്ടെന്നും ദൈവം ഇന്ന് ജീവിക്കുന്നു എന്നും അറിയത്തുള്ളൂ. മറ്റുള്ളവർക്ക് അറിയത്തില്ല. അവര് പറയുന്നത് ദൈവം ഇല്ലെന്നേ. ഉണ്ടെങ്കിൽ ഞാൻ മറ്റൊരുത്തനെ കൊല്ലുമ്പോ എന്റെ മുമ്പിൽ ഒന്ന് നിൽക്കണ്ടേ? മറ്റൊരുത്തനെ ഉപദ്രവിക്കുമ്പോ നോ പറഞ്ഞ് മുമ്പിൽ ഒന്ന് വീഴണ്ടേ? അവിടെ ഒന്നും ദൈവത്തെ കാണുന്നില്ലല്ലോ. ഞാൻ ആഗ്രഹിക്കുന്ന ദുഷ്ടത നിറപടിയായി ചെയ്യുമ്പോഴും നീ പ്രസംഗിക്കുന്ന ദൈവം എവിടെയെന്ന് ചോദിക്കുന്ന ദാഷ്ട്യക്കാരും ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായിരിക്കുന്ന തലമുറയിലാണ് ഞാനും നിങ്ങളും ഈ ദൈവസഭയുമായിരിക്കുന്നത്. ആമേൻ. അപ്പോൾ ഇതിന്റെ നടുവിൽ വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. ഇന്ന് അഹങ്കാരികൾ അസൂയാലുക്കൾ വളരെയേറെയാണ്. ഒരുവന്റെ നന്മ കാണുമ്പോൾ കണ്ണ് എന്താ പറയുന്നത്, തുടിക്കുന്ന അനേകരാണ് ഇരിക്കുന്നത്. മറ്റൊരുവൻ രക്ഷപ്പെടുന്ന ഇഷ്ടമല്ല. അങ്ങനെയുള്ള ഒത്തിരി പേരാ വന്നിരിക്കുന്നത്. അങ്ങനെ പോയ ഒരു കാര്യം നമ്മൾ മനസ്സിലാകും, ഒരുത്തരും രക്ഷപ്പെടാനും പോകുന്നില്ല. എല്ലാരെയും രക്ഷിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അതെവിടെയാ? കെടാത്ത തീയും ചാകാത്ത പുഴുവിന്റെ കൂടെ അങ്ങ് എന്നേക്ക് രക്ഷിച്ചിട്ടിരിക്കും. ആമേൻ. ആ ഭാഗം ഒന്ന് വായിച്ച് നമുക്ക് മറ്റൊരു ഭാഗം പറയാനാണ് ഞാൻ ഇത് എടുത്ത് ഇത്രയും വായിച്ചേ. അപ്പൊ ഒന്ന് വായിച്ചേ. ആ മൈക്കിൽ കൂടെ കേൾക്കുന്നില്ല. വായിച്ചോ. ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തിയെ ത്യജിക്കുന്നവരുമായിരിക്കും. അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക. ഇവിടെ ശ്രദ്ധിക്കണം, അവരെ ചേർത്ത് പിടിക്കാനാണോ പറഞ്ഞേക്കുന്നത്? അവരെ ചേർത്ത് പിടിക്കാനാണോ പറഞ്ഞേക്കുന്നേ?
ആമേൻ. അവർക്ക് വേദന ഉണ്ടാക്കുന്ന കാര്യം പറയരുത് ബ്രദർ. അവർക്ക് ഭാരം ഉണ്ടാക്കുന്ന കാര്യങ്ങളല്ല പറയേണ്ടത് ബ്രദറെ. ദൈവദാസനെ അങ്ങനെയൊന്നും പറയരുത്. അവനിൽ ഏതാ? ഇവനിലുള്ള സാധനം തന്നെ ഇവനിലും കയറിയിട്ടുണ്ട്. അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുവാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ അവരെ രക്ഷിക്കണ്ടേ? അവരെ വിട്ടൊഴിയാൻ പറഞ്ഞാൽ നമ്മൾ വിട്ടൊഴിഞ്ഞാൽ മതി, കൂടുതൽ അന്വേഷിക്കണ്ട. ആമേൻ. അവരെ വിട്ടൊഴിയാൻ ദൈവത്തിന്റെ വചനം പറഞ്ഞാൽ വിട്ടൊഴിഞ്ഞോളുക. കാരണം എന്നാ? ഈ പറയുന്നത് കയറി വരുന്നത് എവിടെ? സഭയ്ക്കകത്തും കയറി വരും. സംഘടനയ്ക്കകത്ത്, കർത്താവിന്റെ നാമത്തിൽ ആരാധിക്കുന്ന സംഘടനയ്ക്കകത്ത് സ്നാനപ്പെട്ട് കയറി വരും. അന്യഭാഷ പറഞ്ഞ് കയറി വരും. കർത്തൃമേശ എടുത്ത് കയറി വരും. ശ്രദ്ധിച്ചോണം, ഈ കാറ്റഗറിയിലാണ് ഇരിക്കുന്നതെങ്കിൽ അവൻ ഔട്ടാണ്. അങ്ങനെയുള്ളവരെ വിട്ടൊഴിയണം. ഹല്ലേലൂയ. അപ്പോൾ വളരെ വലിയ ഉത്തരവാദിത്തം ഈ വിഷയത്തിൽ കിടപ്പുണ്ട്. അപ്പൊ ഇത് ഞാൻ പറയുന്നതിന് കാരണം എന്നാണെന്നറിയാമോ? നമ്മൾ വായിച്ച 13-ാം അധ്യായം, മർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടത്, അവിടെ സ്തോത്രം നമ്മൾ വായിച്ചത് കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വൃതന്മാരെ. അപ്പൊ ഈ വൃതന്മാരാരാ? ഇപ്പൊ ഇവിടെ തിമോഥെയോസിന്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ അങ്ങനെയുള്ളവരെ വിട്ടൊഴിയാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ കള്ളപ്രവാചകന്മാരും കള്ള അപ്പോസ്തലന്മാരും എന്ത് ചെയ്യുന്നതെന്നറിയാവോ? ഇങ്ങനെ ഈ പാപത്തിൽ നിന്ന് ശുദ്ധീകരണം വരാത്തവരെല്ലാം സ്വന്തം വലിയൊരു ഗ്രൂപ്പാക്കി ഒരു സഭയുടെ പേരും കൊടുത്തിരുത്തും. ഹല്ലേലൂയ. അങ്ങനെ ആ പാപ സ്വഭാവം വിട്ടുകളയാൻ കഴിയാത്തവർക്ക് ഇവൻ അധ്യക്ഷനായിട്ടും ശുശ്രൂഷകനായിട്ടും അപ്പോസ്തലനും പ്രവാചകനൊക്കെ ആയിട്ട് ഇരുന്നു കൊണ്ട് അങ്ങ് ശുശ്രൂഷിക്കും. അവിടെ നടക്കുന്ന ഒരു അബദ്ധം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവന്റെ കയ്യാൽ പല അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കും. ഇത് നടന്നു കഴിയുമ്പോൾ ചോദ്യം ആർക്ക് നേരെയാണെന്നറിയാമോ? വൃതന്മാർക്ക് നേരെയാണ്. ആരാണ് വൃതന്മാർ? ഈ ഉപദേശ സത്യങ്ങളെ സൂക്ഷിച്ച് കർത്താവിനായിട്ട് കാത്തിരുന്ന ആത്മാവിനാൽ നിറയപ്പെട്ട് നിലനിൽക്കുന്നവരുണ്ട്. അവരാണെന്ന് ഓർക്കണം വീണു പോകേണ്ടി വരുന്നത്. ഹല്ലേലൂയ. ആരാണ് വീണു പോകേണ്ടി വരുന്നത്? ശ്രദ്ധിച്ചോ. ഹല്ലേലൂയ. ഉപദേശം കൈക്കൊണ്ടിരിക്കുന്നവൻ, കർത്താവിനാൽ കൃപയിൽ ഇരിക്കുന്നവൻ വീണു പോകണം. കാര്യം സോദരം, അവനോട് അവന്റെ നേർക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നീ വല്ല അത്ഭുതവും ചെയ്തിട്ടുണ്ടോ? നീ പ്രാർത്ഥിച്ചിട്ട് വിടുതൽ കണ്ടിട്ടുണ്ടോ? ഞങ്ങളിതേ ഇതുപോലെ വലിയ അത്ഭുതങ്ങളും മാജിക്കുകളൊക്കെ ഇവിടെ ചെയ്യുകയാണ്. ഇതിന്റെ വല്ല കാര്യങ്ങളും നിനക്കറിയാവോ? പിന്നെ നീ എന്തിനീ പ്രസംഗം കൊണ്ട് മാത്രം നിൽക്കുന്നതെന്ന് ചോദിക്കും. ആമേൻ. അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ ഓടിപ്പോയി അവൻ പറയുന്നതിന് ഏറ്റുപിടിച്ച ഒരു അത്ഭുതം ചെയ്യാനല്ല പോകേണ്ടത്. അങ്ങനെയൊന്നും അത്ഭുതം നടക്കൂല. ഇവൻ ചെയ്യുന്നതൊക്കെ ഫേക്കാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇവൻ ചെയ്യുന്നത് ദൈവാത്മാവിനാലല്ല, ദുരാത്മാവിനാലാണ് ചെയ്യുന്നത്. വ്യാജത്തെ ഭോഷ്കിന്റെ ആത്മാവിനാലാണ് ചെയ്യുന്നത്. അപ്പൊ ഭോഷ്കിന്റെ ആത്മാവ് കയറി ഇതൊക്കെ നടക്കും. ഇതിലും വലിയ കാര്യം നടക്കും. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ ഇത് സംഭവിക്കുമ്പോൾ, ഇത് പറയുന്നതിന് കാരണം എന്നാണെന്നറിയാമോ? ഈ വാക്യം നമ്മൾ കാണുമ്പോൾ അവിടെ പറയുന്നത് കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് വൃതന്മാരെയും തെറ്റിപ്പാനായി അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും. അടുത്തത്, നിങ്ങളോ സൂക്ഷിച്ചുകൊള്ളുവിൻ, ഞാൻ എല്ലാം നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു. കർത്താവായ യേശു ക്രിസ്തു പറയുന്നത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ കള്ളപ്രവാചകന്റെ കൂടെയല്ല, കള്ള അപ്പോസ്തലന്മാരുടെ കൂടെയല്ല. യേശു ക്രിസ്തു കള്ള പ്രവാചകന്മാരുടെ കൂടെയല്ല. യേശു ക്രിസ്തു കള്ള അപ്പോസ്തലന്മാരുടെ കൂടെയല്ല. പിന്നെ ആരുടെ കൂടെ കർത്താവായ യേശു ക്രിസ്തു? വൃതന്മാരുടെ കൂടെയാണ്. ഇത് വായിക്കുമ്പോൾ ഇത് ഇന്നും ഇവിടെ പുസ്തകത്തിൽ കിടപ്പുണ്ടെന്ന് തിരിച്ചറിയാത്ത ഒത്തിരി പേരുണ്ടെന്ന് ഓർക്കണം. അവർക്ക് ഈ വചനത്തിൽ ഇങ്ങനെ ഒരു കാര്യം കിടപ്പുണ്ടെന്ന് മനസ്സിലാക്കാനില്ലാതെയാണ് അവരുടെ മോഹങ്ങൾക്കൊത്തവണ്ണം വാക്യമെടുത്ത് അതിന്റെ വ്യാഖ്യാനമല്ല അവന്റെ മോഹങ്ങളാണെന്ന നിലവാരത്തിൽ തത്വങ്ങളെ ഉണ്ടാക്കുന്ന മന്ദബുദ്ധികളും ദുഷ്ടന്മാരും ഇന്ന് ഈ ഭൂമിയിലുണ്ട്. കാര്യം ഇത് അവസാന കാലഘട്ടമാണ്. ഇത് അവസാന കാലഘട്ടമാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിന്റെ ഒരു വലിയ പ്രത്യേകത ഇതാണ്. ഇതൊക്കെ കർത്താവ് മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഒക്കെ സംഭവിക്കും മകനെ. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നീ ഇട്ട് കൈയും കാലും ഇട്ട് അടിച്ച് നീ പ്രയാസപ്പെടരുത്. മുൻകൂട്ടി പറഞ്ഞിരിക്കെ ഈ കാറ്റഗറിയിലുള്ളവർ വരും, അവർ വഴി തെറ്റിക്കും, അവർ തെറ്റായ വഴിയിൽ അവർ നടക്കും, അവരെ കണ്ട് അനേകർ വഴി തെറ്റുമെന്ന് മുന്നോട്ട് പറഞ്ഞിരിക്കുകയാണ്. അതിന് നേരെ 21 ഡേയ്സും 40 ഡേയ്സും ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യമില്ല. ഇത് ദൈവത്തിന്റെ വചനം പറഞ്ഞിരിക്കുന്നതാണ്. നീ എന്താണ് ചെയ്യുന്നത്? അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെയുള്ളവരെ വിട്ടൊഴിയണം. അപ്പോൾ ഒരു കാര്യമുണ്ട്, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം.
ഈ വചനം നമ്മൾ വായിച്ചല്ലോ, നമ്മളിവിടെ വായിക്കും, നമ്മൾ ഇനി കടന്നു വരും. അപ്പോൾ ഈ വാക്യം വായിക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്ക് ഇതിന്റെ കൂടെ ചിന്തിക്കേണ്ട പത്രോസിന്റെ ലേഖനം 2 പത്രോസ് 3-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിക്കുവാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ചു നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. ആമേൻ. അപ്പോൾ ശ്രദ്ധിക്കണം, ഇവിടെ പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. കർത്താവിന്റെ കൃപയാൽ ഇവിടെ സ്തോത്രം ദീർഘക്ഷമയോടെ കർത്താവ് കാത്തിരിക്കുന്ന ഒരു കാര്യം, അല്പജനം രക്ഷിക്കപ്പെടണം. ആ പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞു തുടങ്ങുന്നത്, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ, ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിക്കുവാൻ താമസിക്കുന്നില്ല. എന്താണ് വാഗ്ദത്തം? യേശു ക്രിസ്തുവിന്റെ മടങ്ങിവരവും ദൈവസഭയുടെ രൂപാന്തരവുമാണ് വാഗ്ദത്തം എന്ന് പറയുന്നത്. അല്ലാതെ ഇവിടെ ഇരിക്കുന്ന ഞാൻ നാളെ JFKയിൽ പോയി, അമേരിക്ക ജോൺ എഫ് കെന്നഡി ഇന്റർനാഷണൽ എയർപോർട്ടിൽ പോയി ഇറങ്ങിയിട്ട് അവിടെ ശുശ്രൂഷിക്കുന്നതല്ല വാഗ്ദത്തം. വാഗ്ദത്തം എന്താണ്? ഈ ശരീരം വിട്ട് ദൈവരാജ്യത്തിൽ ഞാൻ ചേരുന്നതാണ് വാഗ്ദത്തം എന്ന് പറയുന്നത്. അപ്പോൾ ആ വാഗ്ദത്തം പ്രാപിക്കുവാൻ, അല്ലാതെ നിവർത്തിക്കുവാൻ കർത്താവ് താമസിക്കുന്നില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇത് വെയിറ്റ് ചെയ്യേണ്ടി വരുന്നത്? ഒറ്റ കാരണമേ ഉള്ളൂ. ചിലരും കൂടെ രക്ഷിക്കപ്പെടണം, ചിലരും കൂടെ മാനസാന്തരപ്പെടണമെന്ന് വിചാരിച്ച് കർത്താവ് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. ദീർഘക്ഷമയോട് ഇരിക്കുന്നവന്റെ മുമ്പിൽ ചെന്ന് നിന്ന് ചോദിക്കരുത്, കേട്ടോ, നീ എന്നാ ഇതുവരെ ഇങ്ങോട്ട് വരാത്തത്, ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത് കണ്ടില്ലേ എന്നുള്ള ചോദ്യം വേണ്ട. നിന്റെ ചോദ്യത്തിന് മറുപടി പറയുന്നതല്ല, നീ അറിയാത്തതും ഗ്രഹിക്കാത്തതുമായിട്ടുള്ള അനേകർ പലയിടത്തിലും മറഞ്ഞിരിപ്പുണ്ട്. അവർ വെളിച്ചം കണ്ടു കഴിഞ്ഞതിന് ശേഷം കാഹളം തൊരിക്കും, മരിച്ചവർ ഒരുക്കും, ജീവനോടെ ശേഷം നാം രൂപാന്തരം പ്രാപിച്ച് കർത്താവിന് എതിരേൽപ്പാൻ നാം മേഘങ്ങളിൽ എടുക്കപ്പെടുകയും ചെയ്യും. അതുകൊണ്ടാണ് താമസമായിരിക്കുന്നത്. അതുകൊണ്ടൊരു താമസമല്ല, ചിലര് കൂടെ രക്ഷിക്കപ്പെടണം. അപ്പോൾ നമ്മൾ വാഗ്ദത്തം എന്ന് പറയുന്നത് നമ്മുടെ രൂപാന്തര ശരീരം, നമ്മൾ തേജസ്സുള്ള ശരീരം പ്രാപിച്ച് ദൈവരാജ്യത്തിൽ ചേരുന്നതാണ് വാഗ്ദത്തം, മറ്റൊന്നുമല്ല വാഗ്ദത്തം. ആളെ കള്ളപ്രവാചകന്മാരുണ്ടെങ്കിൽ ഭൂമിയിൽ എന്തെങ്കിലും നന്മ പ്രാപിക്കുന്നത് വാഗ്ദത്തമാണെന്ന് പറയും. ഭൂമിയിൽ എന്തെങ്കിലും നന്മ പ്രാപിക്കുന്നതിന്റെ പേര് വാഗ്ദത്വം ആണെങ്കിൽ സഹോദരൻ അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇതിന്റെ കൂടെ ആ കാര്യം കൊണ്ട് വലിച്ചു കയറ്റരുത്. കാരണം ഇത് ദൈവരാജ്യത്തിൽ എത്തിക്കുവാൻ ദൈവവചന ഉടനീളം വെളിപ്പെടുത്തുന്ന ദൈവസഭയാകുന്ന കർത്താവിന്റെ കാന്തയ്ക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന ഏറ്റവും ഭാഗ്യകരമായ പദവിയിൽ അവരെ രൂപാന്തരപ്പെടുത്തുന്നതിനാണ് വാഗ്ദത്വം എന്ന് പറയുന്നത്. അപ്പോൾ ഈ വാഗ്ദത്വം വെളിപ്പെടുത്തുവാൻ കർത്താവ് താമസിക്കുന്നില്ല. ചിലരും കൂടെ മാനസാന്തരപ്പെട്ടു വരണം. അതിനാണ് സ്തോത്രം അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത് പറയുമ്പോൾ എന്റെ ഉള്ളത്തിലേക്ക് വന്ന കാര്യം, ഇനിയുള്ള കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, ചിലർ അവിടെ നമ്മൾ മർക്കോസ് സുവിശേഷം നമ്മൾ വായിച്ചത്, കള്ളപ്രവാചകം എഴുതി കഴിയുമെങ്കിൽ തന്നെ വ്രതന്മാരെ തെറ്റിപ്പാനായി അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും. നമ്മൾ ഇവിടെ വായിക്കുന്ന കാര്യം അവിടെ വായിക്കും, നിങ്ങൾ ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിക്കുവാൻ താമസിക്കുന്നില്ല. അപ്പോൾ ഒരു കാര്യമുണ്ട്, വാഗ്ദത്തം നിവർത്തിക്കാൻ എപ്പോഴൊരു താമസമുണ്ട്. ആമേൻ. അല്ലെങ്കിൽ ദൈവപ്രവൃത്തി വെളിപ്പെട്ടു വരുന്നതിന് മുമ്പിൽ ഒരു ചെറിയ താമസമുണ്ട്. ആ താമസത്തിന്റെ പിന്നിൽ പല റീസൺസും ഉണ്ട്. നമ്മൾ ചിന്തിക്കുന്നതല്ല. ദൈവം എന്താ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അതിന്റെ പിന്നിൽ ദൈവരാജ്യ സംബന്ധമായി ചില കാര്യങ്ങൾ കിടപ്പുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം ചിന്തിക്കണം. സഭ രൂപാന്തരപ്പെട്ടു വരുന്നതിന് മുമ്പ് അല്പകാല ഒരു താമസം. ഇപ്പൊ ആ കാലഘട്ടമാണ്. മനുഷ്യർ ദുർഘട സമയങ്ങൾ വരും, അല്ലെ? ദുർഘട സമയങ്ങൾ വരുമ്പോൾ മനുഷ്യർ സ്വസ്നേഹികൾ, ദ്രവ്യാകൾ, വമ്പോൾ ആ ലിസ്റ്റ് അതെപ്പോഴാ? ഈ താമസത്തിന്റെ കാലഘട്ടത്തിലാണ് ഇത് വളരെ വർദ്ധിച്ചു വരുന്നത്. അതിക്രമം തികഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ കാലഘട്ടത്തിലാണ്. ഈ താമസം, കർത്താവിന്റെ വരവ് താമസമാണെന്ന് പറഞ്ഞ് അപമാനങ്ങളും പരിഹാസങ്ങളും പടച്ചുവിടുന്ന അനേകരുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കണം. ഇവിടെ ചിലർ രക്ഷിക്കപ്പെടണം. അപ്പോൾ ഈ കാലഘട്ടത്തിലാന്ന് പറയണം വൃതന്മാരും തെറ്റിപ്പോകുന്നത്. കർത്താവ് വന്നുമില്ല, അപ്പോൾ തന്നെ കാര്യങ്ങൾ താമസിച്ചു പോകുന്നു. കള്ളപ്രവാചകന്മാർ ലോകപ്രകാരം നോക്കിയ പ്രബലരായി ബലപ്പെട്ടവരായി കടന്നു വരുന്നു.
എന്റെ വിശ്വാസം തെറ്റല്ലേ എന്ന് വിചാരിച്ച് അളലിയസ്വത കള്ളപ്രവാചകന്മാരുടെ വഴിയെ അനുഗമിക്കുന്ന ഒത്തിരി വൃതന്മാർ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം അതാണ്. എന്തുകൊണ്ടാണ് ഈ സമൃദ്ധി സുവിശേഷത്തിന്റെ പിന്നാലെ പോകുന്ന ഒരു കാരണമേ ഉള്ളൂ. അവർ പ്രാർത്ഥിക്കുന്നവരായിരുന്നു, ആരാധിക്കുന്നവരായിരുന്നു, സത്യവചനത്തിന് വേണ്ടി നിൽക്കുന്നവരായിരുന്നു. എന്നാൽ അവർ പ്രതീക്ഷിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ നടന്നില്ല. മാത്രമല്ല, കർത്താവിന്റെ വരവ് താമസിച്ചു കഴിഞ്ഞപ്പോൾ ഇനി നിലനിൽക്കണമല്ലോ, അല്പകാലം എങ്ങനെയും പിടിച്ചു നിന്നല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് ഇപ്പൊ കുറച്ച് നാളെ ഇങ്ങനെയൊക്കെ പ്രോസ്പെരിറ്റിക്ക് പറഞ്ഞു നിന്നിട്ട് കർത്താവിന്റെ വരവ് വളരെ അടുക്കാറാകുമ്പോൾ നമ്മൾ വേർപാട് വിശുദ്ധി പറഞ്ഞ് അങ്ങ് പോകാമെന്ന് നടക്കത്തില്ല. വചനം പറഞ്ഞിരിക്കുന്നു, വൃതന്മാർ വീണു പോവുക തന്നെ ചെയ്യും. ആമേൻ. അപ്പൊ അത് സംഭവം അവിടെ ആ ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. നമ്മൾ ഈ കാലഘട്ടത്തിൽ വെറുതെ പോലും പറയരുത്, നമുക്ക് വേറെ വഴിക്ക് കൂടെ ഒന്ന് ചിന്തിച്ചാൽ എന്നാ, വേറെ ഒന്ന് മാറ്റി പ്രസംഗമൊക്കെ ഒന്ന് മാറ്റി പിടിച്ചാൽ എന്നാന്ന് ഒരിക്കലും പറയരുത്. മനസ്സിലാകുന്നുണ്ടോ? ഒരിക്കലും അങ്ങനെ പറയാൻ ഇടയാകല്ലേ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആളെ ഒരിക്കലും അങ്ങനെ വഴിതെറ്റി പോകല്ലേ എന്ന്. സ്വതന്ത്രം, നീ ഇവിടെ 10 പൈസ ഉണ്ടാക്കും, നരകത്തിൽ ചെന്ന് നീ ഏതൊക്കെ തെറ്റാന്ന് പറഞ്ഞോ അവിടെ ചെന്ന് അവരുടെ കൂടെ പോയി കിടക്കേണ്ടി വരുമ്പോൾ അനുഭവിക്കും. അവിടെ ഒന്നും ഉണ്ടാകരുത്. ദൈവസൻ നമ്മള് സ്വതം ആളെയോ വ്യക്തമായിട്ടൊരു വചനം വ്യക്തമായിട്ട് ഞാൻ കൂടെ പറയാം. സ്വതം ദുർഭാഷണത്താൽ സദാചാരം കെട്ടുപോകും കേട്ടോ. വെറുതെ അങ്ങനെ ഇങ്ങനെ നിന്റെ നാക്കിട്ട് വളയ്ക്കും. അത് കളഞ്ഞ് നിനക്ക് നഷ്ടമാകുന്നത് ചെറിയ കാര്യമല്ല. ആമേൻ. ഇവിടെ നമ്മൾ ഇതൊക്കെ പറയും. കണക്ക് ബോധിപ്പിക്കുന്ന ദിവസം നിന്റെ സ്തോത്രം ഹാലലിയ, സ്തോത്രം ഹാലലിയ, നിന്റെ ഏപ്പാടി പോകരുത്. ശ്രദ്ധിച്ചേ, മനസ്സിലാക്കണേ. ഹാലലിയ, അതിന്റെ കൈകൾ ബലപ്പെട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ ഈ നാളുകൾ നീ സത്യത്തിന് വേണ്ടി നിന്നേ മതിയാവത്തുള്ളൂ. ഇത് പറയാൻ കാരണമുണ്ട്. ഇത് ഇന്ന് മാത്രമുള്ളതല്ല. കർത്താവിന്റെ വരവ് താമസിക്കുമെന്ന് വിചാരിച്ച് അനേകം രക്ഷിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നല്ല. കർത്താവിന്റെ വരവ് താമസിക്കുന്നില്ലെന്ന് പറയാനൊരു കാരണം, ചരിത്രത്തിൽ ഇതൊരു സംഭവം കിടപ്പുണ്ട്. ഈ കാര്യങ്ങൾ താമസിക്കുമ്പോൾ നടക്കുന്നത് തന്നെയാണ്. കാര്യങ്ങൾ വാഗ്ദത്തങ്ങൾ താമസിക്കുമ്പോൾ അവിടെ ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇന്ന് ആ വിഷയത്തെ കുറിച്ചാണ് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. ആമേ. പുറപ്പാട് പുസ്തകം അതിന്റെ 32-ാം അധ്യായം മുതൽ നമുക്കൊന്ന് വായിക്കാം. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായം 1-ാം വാക്യം മുതൽ ലഭിച്ചവരെന്നൊന്ന് വായിക്കാം. നമ്മൾ ചരിത്രത്തിൽ നോക്കുമ്പോൾ താമസങ്ങൾ നടക്കുമ്പോൾ, അല്ലെങ്കിൽ ദൈവപ്രവർത്തിക്ക് താമസം വരുമ്പോൾ അവിടെ എന്താ യഥാർത്ഥത്തിൽ നടക്കുന്നത്? ഇത് തന്നെയാണ് ഈ 2025 ഈ തലമുറയിൽ നടക്കുന്നത്. ഇന്ന് നമ്മൾ വായിച്ച 2 തിമോത്തിയോസ് 3-ാം അധ്യായം 1-ാം വാക്യം മുതൽ നമ്മൾ വായിച്ച ഭാഗങ്ങൾ കാണുന്ന അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ, ആ ദുർഘട സമയങ്ങൾ വെളിപ്പെടുന്ന എപ്പോഴാണെന്നറിയാമോ? ദൈവിക പദ്ധതികൾക്ക് താമസം വരുമ്പോഴാണ് ദുർഘട സമയം സ്റ്റാർട്ട് ചെയ്യുന്നത്. ആർക്കാണ് ദുർഘട സമയം സ്റ്റാർട്ട് ചെയ്യുന്നത്? വൃതന്മാർ തെറ്റിപ്പോകാനുള്ള ഒരു അവസരം ഒരുക്കി കൊടുക്കും. വൃതന്മാരുടെ മുമ്പിൽ വലിയൊരു ചോദ്യം എഴുന്നേൽക്കും. സത്യത്തിന് വേണ്ടി നിൽക്കണോ വേണ്ടയോ എന്നുള്ള ചോദ്യം എഴുന്നേൽക്കും. നമുക്ക് അവിടെ ഒന്ന് വായിക്കാം, അല്ലേ? പുറപ്പാട് പുസ്തകം 32-ാം അധ്യായം അതിന് 1-ാം വാക്യം മുതൽ വായിച്ചാട്ടെ. എന്നാൽ മോശെ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരുവാൻ താമസിക്കുന്നു എന്ന് ജനം കണ്ടപ്പോൾ ജനം അഹരോന്റെ അടുക്കൽ വന്നുകൂടി അവനോട്, നീ എഴുന്നേറ്റ് ഞങ്ങളുടെ മുമ്പിൽ നടക്കേണ്ടതിന് ഒരു ദൈവത്തെ ഉണ്ടാക്കി തരൂ. ഞങ്ങളെ മിസ്രയീം ദേശത്തു നിന്ന് പുറപ്പെടുവിച്ച കൊണ്ടുവന്ന പുരുഷനായ ഈ മോശയ്ക്ക് എന്തു ഭവിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ലല്ലോ. നിർത്തിക്കേ. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ വായിച്ചല്ലോ, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ കർത്താവിന്റെ വാഗ്ദത്തം നിവർത്തിക്കുവാൻ താമസിക്കുന്നില്ല. ആ വാക്ക് നമ്മൾ ഇതിന്റെ കൂടെ നമ്മൾ ചിന്തിക്കണം കേട്ടോ. കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും. അതിന്റെ 10-ാം വാക്യം 9-ാം വാക്യം ഒന്നും കൂടെ വായിക്കാം. ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിക്കുവാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. അടുത്ത വാക്യം ശ്രദ്ധിക്കുക. കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരുമെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇതെന്താ ഇതിന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് ഇപ്പോഴല്ല. സ്തോത്രം. മോശ മുഖാന്തരം സ്തോത്രം 430 വർഷം പ്രവാസ ജീവിതം കഴിഞ്ഞ് പുറപ്പെട്ടു വരുന്ന 6 ലക്ഷം വരുന്ന ഇസ്രായേൽ മക്കളുമായിട്ട് സ്തോത്രം ചെങ്കടൽ കടന്നു കയറുന്ന സ്തോത്രം ദൈവജനം ഇതേ പരീക്ഷയിലൂടെ കടന്നു പോവുകയാണ്. അവർ കടന്ന് പാപമാകുന്ന സ്തോത്രം ഹാലലിയ ചെങ്കടൽ കടന്ന് സ്തോത്രം മറുകര കയറി കഴിഞ്ഞപ്പോൾ പിന്നെ നടക്കുന്നത് എന്താണെന്നറിയാവോ? അവരുടെ ജീവിതത്തിൽ പരീക്ഷ കടക്കുവാനിടയായി. ഇനി യോർദാനും കൂടെ കടന്നു കയറണം. ആമേൻ. അതിന് മുന്നോടിയായിട്ട് ഇവിടെ പ്രമാണം കിട്ടണം. പ്രമാണം കിട്ടുവാൻ മോശ പർവ്വതത്തിൽ കയറി ചെല്ലുമ്പോൾ ഇതേ പ്രശ്നം വീണ്ടും ഉദിക്കുകയാണ്. ദൈവജനം
അവിടെ വെച്ച് പിറുപിറുക്കുന്ന രംഗത്തിലേക്ക് അവിടെ വരികയാണ്. നമ്മൾ വായിച്ച വാക്യം പഠിക്കുമ്പോൾ, എന്നാൽ മോശ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരുവാൻ കണ്ടോ താമസിക്കുന്നു. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ താമസം വരുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും അറിയാവോ? നമുക്ക് റിസ്ക് കുറവാണ്. അതായത് ഈ വിളി കേട്ട് ഇറങ്ങിയിരിക്കുന്നവർക്ക് റിസ്ക് കുറവാണ്. കാര്യം ആ ട്രാക്കിൽ നിന്ന് പോയാൽ പോരെ, ഇതിന്റെ ഇടയ്ക്ക് ഒരു പെൻഡിങ് വരുന്നില്ലല്ലോ. കഴിഞ്ഞ 25, 30, 40, 50 വർഷമായിട്ട് സുവിശേഷ വേലയോടുള്ള ബന്ധത്തിൽ പ്രഗത്ഭരും ഉന്നതരും ശക്തരുമാകുന്ന അനേക ദൈവദാസന്മാർ ശക്തമായി ദൈവസഭയെ ഒരുക്കി ബലപ്പെടുത്തി സ്വന്തം ഉപദേശിച്ച് സ്വന്തം വേർപാട് വിശുദ്ധിയും സൂക്ഷിച്ച് സ്വന്തം ക്രിസ്തു മാർഗത്തിൽ ഇരിക്കുന്ന അനേകർ സ്തോത്രം ഇന്നും സ്വന്തം ദൈവസഭയെ കൊണ്ടുപോകും. എന്നാൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായി സ്തോത്രം ദൈവസഭ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്നറിയാവോ? ഇതാണ് വിഷയം. താമസം വരുന്നുണ്ട്. 2000 വരെ യേശു ക്രിസ്തു വേഗം വരുന്നു എന്നുള്ള പ്രസംഗം കേട്ടുകൊണ്ടിരുന്നിട്ടും വന്നില്ല. അത് കഴിഞ്ഞ് വർഷം 25 കഴിഞ്ഞപ്പോൾ കാര്യങ്ങൾ ഇതുപോലെ തന്നെ വരികയാണ്. മോശ വരുന്നില്ലെന്ന് കണ്ടപ്പോൾ ഉടനെ പാളയത്തിന്റെ താഴെ പല ശബ്ദങ്ങൾ എഴുന്നേക്കാൻ തുടങ്ങി. ഇനിയിപ്പോ ഒരു കാര്യം ചെയ്യാം, നമ്മൾ ഇവിടെ അങ്ങ് കുറ്റിയടിക്കാൻ വേണ്ടിയുള്ള ഉപദേശങ്ങളും പ്രസംഗങ്ങളും നമ്മളിവിടെ ഒരുക്കണം. അതിന് പറ്റിയ വർഷിപ്പ് ടീം ഒരുങ്ങി, അതിന് പറ്റുന്ന ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഒരുക്കിക്കൊണ്ട് അവിടെ പ്രസംഗങ്ങൾ അങ്ങ് തഴയ്ക്കുകയാണ്. എന്താണ് ഉദ്ദേശം എന്നറിയാം? മോശ പോയി, അവൻ എന്നാ പറ്റിയെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. അവനെ കാണാതെ വന്നപ്പോ പല ഓർമ്മകൾ, പല ചിന്തകൾ കയറി വന്നു. ഈ മോശയെ നേരിട്ട് കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ വേറെ ചിന്തകളൊന്നും മനസ്സിലേക്ക് വരത്തില്ല. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, വേറെ ചിന്തകളൊന്നും ജനത്തിന്റെ ഹൃദയത്തിലേക്ക് വരില്ല. മോശയിലൂടെ ദൈവം പ്രവർത്തിച്ച വൻ കാര്യങ്ങളൊക്കെ എപ്പോഴും ഓർമ്മ നഷ്ടപ്പെടാതെ എപ്പോഴും കാര്യമില്ല. എപ്പോഴാണ് മറക്കുന്നതെന്നറിയാവോ? മോശയുടെ സാന്നിധ്യം പോകുമ്പോൾ പലതും മറന്നു പോകും. ഇങ്ങനെ ഒരു കാലഘട്ടം എല്ലാ വിശ്വാസികളുടെ കയ്യിൽ കൊണ്ട് കേട്ടോ. കാര്യം എപ്പോഴും നീ നിന്റെ വിശ്വാസം സൂക്ഷിക്കുന്നുണ്ടോ എന്ന് പരീക്ഷിക്കാൻ ദൈവം ഒരു സമയം ഒരുക്കിയിട്ടുണ്ട്. അവിടെ എന്താണ് ഇവിടെ വായിക്കുന്നത്? മോശയുടെ കാര്യം ബാക്കി ഒന്നും കൂടെ വായിച്ചേ. കണ്ടോ, ജനം കണ്ടപ്പോൾ. ശ്രദ്ധിക്കണം കേട്ടോ, ഇത് ജനം കണ്ടപ്പോൾ. ഇപ്പൊ ഒരു കാര്യമുണ്ട്, ഇത് തന്നെയാണ് നമ്മളുടെ ഇടയിൽ സംഭവിക്കുന്നത്. ഏറ്റവും പുറകിലിരിക്കുന്നവന് അഭിപ്രായം പറയാൻ തുടങ്ങി. അഭിപ്രായം പറയുന്നത്. അപ്പൊ അഭിപ്രായ സ്വാതന്ത്ര്യം വല്ലാതെ വർദ്ധിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ആർക്കും എന്തും പറയാം, ആർക്കും ആരെയും വിമർശിക്കാം, ആർക്കും ആരെയും ഏത് തട്ടിലും വെച്ച് ഓരോരുത്തരെ അളക്കാം. ആ കാലഘട്ടത്തിൽ ഇന്ന് സഭ എത്തിയിരിക്കുകയാണ്. മോശ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരുവാൻ സ്തോത്രം താമസിക്കുന്നു എന്ന് ജനം കണ്ടപ്പോൾ ജനം അഹരോനോടും വായിച്ചേ അഹരോന്റെ അടുക്കൽ വന്നുകൂടി. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് വേഗം വരുന്നതാണ്. നമുക്കിവിടെ ഒന്നും നേടണ്ട, നമുക്ക് വേഗം പോയാൽ മതിയല്ലോ. അതുകൊണ്ട് നമുക്ക് വേറെ വിഷയങ്ങളൊന്നും പ്രശ്നമല്ലെന്ന് വിചാരിച്ചുകൊണ്ട് അനേക ഉപദേശങ്ങൾ ആ നിലവാരത്തിൽ ഒരുങ്ങി വന്നു. പക്ഷേ കാര്യങ്ങൾ താമസമാണെന്ന് കണ്ടപ്പോഴത്തേനും വൃതന്മാര് കള്ള അപ്പോസ്തലന്മാരുടെയും കള്ളപ്രവാചകന്മാരുടെ ഉപദേശത്തിന് ചെവി കൊടുക്കാൻ റെഡിയായി. കാര്യം എന്നാ? കാര്യങ്ങൾ താമസിക്കുകയാണ്. നമ്മൾ അപ്പച്ചന്മാരെല്ലാം പഠിപ്പിച്ചു വന്നതിന്റെ തിയറി അനുസരിച്ചാണെങ്കിൽ അധികം നാൾ മുമ്പോട്ട് പോകത്തില്ല. ശരി തന്നെ. അപ്പൊ അങ്ങനെ മുമ്പോട്ട് പോകില്ല. പിന്നെ നമ്മൾ ഈ കള്ളന്മാരുടെ വാക്ക് കേൾക്കേണ്ട കാര്യമില്ല, അവരോട് കൂട്ടുകൂടേണ്ട കാര്യമില്ല, അവരെ വേർപെടുത്തി നിർത്തിയാൽ മതിയല്ലോ എന്ന താല്പര്യത്തിൽ നിൽക്കുമ്പോൾ മനസ്സിലാക്കണം, മോശ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരാൻ താമസിക്കുമ്പോൾ ജനം അവിടെ എന്നാ തീരുമാനിക്കുന്നത് ദൈവം നോക്കിക്കൊണ്ട് തന്നെ ഇരിക്കുന്നത്. അപ്പൊ വൃതന്മാര് തെറ്റിപ്പോകുമ്പോ പുറകെ വന്ന് പിടിച്ചിട്ട് അയ്യോ പോകല്ലെന്ന് പറയുന്നതല്ല അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി. പിന്നെ എന്താണ്? വൃതന്മാർ തെറ്റിപ്പോയി കഴിഞ്ഞാൽ അത് മുൻകൂട്ടി പറയുന്ന ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. കർത്താവ് ഞാനിത് മുൻകൂട്ടി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അവിടെ കാര്യങ്ങൾ താമസിക്കുമ്പോൾ നിങ്ങൾ വഴിതെറ്റി പോകരുത്. അങ്ങനെ അനേക വൃതന്മാരെ തെറ്റിക്കുന്ന കള്ളപ്രവാചകന്മാരും കള്ള അപ്പോസ്തലന്മാരും കടന്നു വരും. അവര് കാര്യങ്ങൾ നോക്കുമ്പോൾ അവരുടെ ശ്രദ്ധിക്കുന്ന ഈ കള്ള അപ്പോസ്തലന്മാരുടെയും കള്ളപ്രവാചകന്മാരുടെ ദൃഷ്ടിയിലുണ്ടല്ലോ സ്വതന്ത്രം കർത്താവ് ഈ അടുത്തൊരു 1000 വർഷം വരുന്നതായിട്ട് കാണുന്നില്ല. കാര്യം ഇവരിവിടെ സുഗമമായിട്ട് സുഖിച്ച് പുളച്ച് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട് നമ്മളിവിടെ കിടക്കാൻ പോകുക. ഇതാണ് ഇവരുടെ എല്ലാ പ്രസംഗം. ആദ്യം ഇവിടെ ഒന്ന് അനുഗ്രഹിക്കപ്പെടുക, ഇവിടെ ആദ്യം നീ ഒന്ന് വേരുറയ്ക്ക്, എന്നിട്ടാണ് ബാക്കി കാര്യം. മറ്റുള്ളവരുടെ കണ്ണിൽ നിന്നെ ഒരു ദൈവമാക്കാനാണ് ഇവരെല്ലാം തുടങ്ങുന്നത്. മനസ്സിലാകുന്നുണ്ടോ? വായിച്ചാട്ടെ, അടുത്ത ഭാഗം വായിച്ചേ. ജനം കണ്ടപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, ഈ വൃതന്മാരുടെ അടുക്കൽ ഈ കള്ളയപ്പോസ്തലന്മാർ വരും. അവരോട് ഓരോ ചോദ്യം ചോദിക്കും.
നിങ്ങൾ ഇങ്ങനെ വലിയ പ്രസംഗമൊക്കെ നടത്തിയിട്ട് എവിടെ പോയി എന്നുള്ള ചോദ്യം ചോദിക്കും. ഈ ചോദ്യത്തിന്റെ മുമ്പിൽ പറയാൻ ആത്മാവില്ലാത്തത് കൊണ്ടാണ് അനേകർ വീണു പോകുന്നത്. അനേകർക്ക് പല ചോദ്യങ്ങൾക്കും മറുപടി കൊടുക്കാനുള്ള ബലമില്ലാത്തത് കൊണ്ടാണ് അനേകർ വീണു പോകുന്നത്. എന്നാൽ ആ കൃപ പ്രാപിച്ച അനേകർ ഇന്നും വീണു പോകാതെ നിൽക്കുന്നുമുണ്ട്. അനേകർ കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിൽക്കുന്നുണ്ട്. അവരൊന്നും പുറമെ പബ്ലിസിറ്റി ഒന്നുമില്ല. ആമേൻ, ഹല്ലേലൂയ. അവരൊക്കെ ഹൈഡായിരിക്കും. എന്നാൽ വഴിതെറ്റിയ മാർഗത്തിൽ കൂട്ടുകെട്ടിന് പോകുന്നവരെ ശ്രദ്ധിച്ചോളണേ. അവർക്ക് പല മറുപടികൾ കൊടുക്കാൻ കഴിയാത്തത് കൊണ്ടും ഉറപ്പില്ലാത്തത് കൊണ്ടുമാണ് സ്തോത്രം, ഹല്ലേലൂയ, ജനത്തിന്റെ വാക്കിന് അഹരോൻ ഇപ്പോൾ ദുഷ്പ്രവർത്തിക്കായിട്ട് സ്തോത്രം ആരംഭം കുറിക്കുന്നത്. വായിച്ചേ. നീ എഴുന്നേറ്റ് കണ്ടോ, നീ എഴുന്നേറ്റ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എങ്ങനെ പ്രാർത്ഥിക്കണം? അപ്പുറത്ത് സ്തോത്രം സ്വർഗീയ വിരുന്നിലും ബാക്കിയുള്ള പ്രസ്ഥാനങ്ങളിലും പ്രസംഗിക്കുന്ന പോലെ തന്നെ ഇവിടെ പ്രസംഗിക്കണം. ആമേൻ, ഹല്ലേലൂയ. അതിനു വേണ്ടി ഉള്ള സ്വാധീനങ്ങൾ കടന്നു വരും. ആമേൻ. പ്രോസ്പെരിറ്റി പ്രസംഗിക്കുന്നിടത്ത് പ്രോസ്പെരിറ്റി കൂട്ടി നീ വിടുന്ന ഇനി മുതൽ ഞങ്ങൾ പ്രസംഗിക്കണം. ശ്രദ്ധിക്കണം കേട്ടോ, ഇത് പുറത്തുനിന്ന് വന്നവരല്ല, പാളയത്തിൽ ഇരിക്കുന്നവന്മാര് തന്നെയാ പറയുന്നത്. ആ മോശയ്ക്ക് എന്ത് പറ്റിയെന്ന് അറിയത്തില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് മുമ്പേ നടക്കേണ്ടതിന് ഞങ്ങൾക്കൊരു ദൈവത്തെ ഒരുക്കി തരണം. എന്നിട്ട് ഞങ്ങൾക്ക് പറയണം, ഈ ദൈവമാണ് ഞങ്ങളെ മിസ്രൈമിൽ നിന്ന് രക്ഷിച്ചെടുത്തു കൊണ്ടുവന്നത്. അതുകൊണ്ട് എന്റെ ഗുണമെന്നാ, ഈ ദൈവം പ്രത്യേകിച്ച് ഞങ്ങളോടൊന്നും ചെയ്യാൻ പറയില്ല. പിന്നെ അടുത്ത ഗുണമെന്നാ, ഞങ്ങൾ പറയുന്നിടത്തൊക്കെ ഈ ദൈവം വന്നോളൂ. അടുത്ത ഗുണമെന്നാ, ഞങ്ങൾ ചുമന്നുകൊണ്ട് നടന്നാലും ഇവൻ വരത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ഈ വിഗ്രഹത്തിലേക്ക് തിരിഞ്ഞു. അതായത് മനസ്സിലാക്കണം, പ്രോസ്പെരിറ്റി തിയോളജി പ്രസംഗിക്കുന്നവന്റെ ഹൃദയത്തിലെ യേശു, അവന്റെ വഴിക്ക് നടക്കുന്ന യേശുവ, അവന്റെ താല്പര്യം അനുസരിച്ച് പ്രവർത്തിക്കുന്ന യേശുവ, അവൻ പോകുന്നിടത്തൊക്കെയും അവന്റെ കൂടെ നടക്കുന്ന ഒരു മനുഷ്യന് തുല്യനാക്കി തീർക്കുന്ന ഒരു യേശുവിനെയാണ് അവർ പ്രസംഗിക്കുന്നത്. തിരുവെഴുത്ത് വെളിപ്പെടുത്തുന്ന കർത്താവിനെയല്ല. വായിച്ചേ. ഞങ്ങളുടെ മുൻപിൽ നടക്കേണ്ടതിന് ഒരു ദൈവത്തെ ഉണ്ടാക്കി തരിക. ഞങ്ങളെ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന പുരുഷനായ ഈ മോശയ്ക്ക് എന്ത് ഭവിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ല. കണ്ടോ, എന്ത് ഭവിച്ചു എന്ന് ഞങ്ങൾക്ക് അറിയുന്നില്ലല്ലോ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, വലിയൊരു ജനത്തിന്റെ വലിയ ഒരു സംശയം ഏകനായിരിക്കുന്ന അഹരോന്റെ മുമ്പിൽ വെച്ചപ്പോ എല്ലാവരുടെയും സംശയം അഹരോന്റെ സംശയമായി തീർന്നു. ഒരു കാര്യം ഞാൻ പറയാം, വൃതന്മാർ തെറ്റിപ്പോകുന്നത് അനേക ചോദ്യങ്ങളെ വൃതന്മാരുടെ നേർക്ക് അയച്ചു വിടുമ്പോൾ അത് വൃതന്മാർക്ക് അത് സംശയമായിട്ട് തുടരരുത് കേട്ടോ. അത് ആരംഭത്തിൽ തന്നെ പച്ചക്ക് നമ്മുടെ നാട്ടുഭാഷ പറഞ്ഞ മുളയിൽ തന്നെ എന്ത് സംഭവം അതിന് നുള്ളിക്കളഞ്ഞേ മതിയാകുള്ളൂ. പക്ഷെ ആഹരോൻ അതിനുള്ള അഭിഷേകം ഇല്ലായിരുന്നു. എന്തുകൊണ്ടാ മർക്കോസിലെ സുവിശേഷത്തിൽ പറയുന്ന വൃതന്മാര് വീണുപോകുന്നത്? തിരിച്ച് പ്രതികരിക്കുവാനുള്ള ശക്തിയില്ല, വചനത്തിൽ അതിന് മറുപടി കൊടുക്കാനുള്ള ശക്തി ഇല്ലാത്തത് കൊണ്ട് വീണുപോകുന്നു, അവരോട് കൂടെ നിൽക്കുവാൻ ഇടയാകുന്നു. വായിച്ചേ നിർത്താം. അവരോട് നിങ്ങളുടെ ഭാര്യമാരുടെയും പുത്രന്മാരുടെയും പുത്രിമാരുടെയും കാതിലെ പൊൻകുണുക്ക് പറിച്ച് എന്റെ അടുക്കൽ കൊണ്ടുവരുകയും. ഇപ്പൊ കാര്യങ്ങൾ താമസം. അപ്പോ ഇത് പറഞ്ഞപ്പോൾ ജനത്തിന്റെ ഉള്ളിൽ മോശ വരാൻ താമസിക്കുന്നു. അതുവരെ ഒരു ചിന്തയില്ലാതിരുന്ന അഹരോന്റെ ഹൃദയത്തിൽ ശരിയാ, മോശ വരാൻ താമസിക്കും. ശ്രദ്ധിച്ചു വെക്കണം. അപ്പൊ അവന്റെ വിശ്വാസം, കള്ളപ്രവാചകന്മാരുടെ കള്ള അപ്പോസ്തലന്മാരുടെ വിശ്വാസം ദൈവത്തിന്റെ വചനം വസിച്ച വൃതന്മാരുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരികയാണ്. പിറ്റേ ദിവസം മുതൽ ഇവൻ പ്രസംഗിക്കുന്നത് അവനെ പോലെ തന്നെ, ആരാധിക്കുന്ന അവനെ പോലെ തന്നെ. മനസ്സിലാക്കണേ, ഇതൊക്കെ ഇന്നും നടന്നുകൊണ്ടായിരിക്കുന്നത്. ഹല്ലേലൂയ. വായിച്ചട്ടെ. ജനമൊക്കെയും തങ്ങളുടെ കാതിൽ നിന്ന് പൊൻകുണുക്ക് പറിച്ച് അഹരോന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ അത് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങി ഒരു കൊത്തുളി കൊണ്ട് ഭാഷ്യം വരുത്തി ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി. അപ്പോൾ അവർ, ഇസ്രായേലേ, ഇത് നിന്നെ മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവന്ന നിന്റെ ദൈവമാകുന്നു എന്ന് പറഞ്ഞു. അത് കണ്ടപ്പോൾ അതിന് മുമ്പാകെ ഒരു യാഗപീഠം പണിതു. ഇവിടെ ശ്രദ്ധിക്കണം, ഇനി വായിക്കേണ്ട കാര്യം ശ്രദ്ധിക്കണം. നാളെ യഹോവയ്ക്കൊരു ഉത്സവം എന്ന് വിളിച്ചു പറഞ്ഞു. പിറ്റന്നാൾ അവർ അധികാലത്ത് എഴുന്നേറ്റ് മതി. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാ, മോശ വരുവാൻ താമസിക്കുന്നു അല്ലേ? വൃതന്മാര് അനേകർ തെറ്റിപ്പോകുന്നു. പത്രോസ് പറയുന്നു, നിങ്ങൾ വിചാരിക്കുന്ന പോലെ വാഗ്ദത്തം നിവർത്തിക്കുവാൻ താമസിക്കുന്നില്ല. അപ്പോൾ അഹരോന്റെ അടുക്കൽ വന്ന് ഇസ്രായേൽ മക്കൾ പറയുന്നു, മോശയ്ക്ക് എന്ത് പറ്റിയെന്ന് അറിയുന്നില്ല, ഞങ്ങൾക്ക് വേഗം വിഗ്രഹം ഉണ്ടാക്കി തരണം, നമുക്കതിനൊരു പേരിട്ട് നമ്മെ സ്വന്തം ഇസ്രായേലിൽ നിന്ന് കൊണ്ടുവന്ന ദൈവം ഇതാണെന്ന് പറഞ്ഞങ്ങ് കൊണ്ടുപോകാം.
അങ്ങനെ വിചാരിച്ച് അതേ ആശയം ആരുടെ ഹൃദയത്തിലേക്ക് കുത്തിവെച്ചെന്നറിയാവോ? അഹരോന്റെ ഹൃദയത്തിലേക്ക് കുത്തിവെച്ചു. ഇത് കുത്തിവെച്ച ആ മരുന്ന് ഫലിച്ചു. തെളിവേതാണെന്നറിയാവോ? ആ വാക്യം ഒന്നും കൂടെ വായിച്ചേ. അവിടെ വായിക്കുന്ന അഹരോൻ അത് കണ്ടപ്പോൾ, എന്ത് കണ്ടപ്പോൾ? അവൻ അത് അവിടെ 4 വാക്യം അത് കണ്ട് വാങ്ങി ഒരു കൊത്തുളി കൊണ്ട് വാശത്തിൽ വരുത്തി ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി. അപ്പോൾ അവർ ഇസ്രായേല്, ഇത് നിന്നെ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നിന്റെ ദൈവമാകുന്നു എന്ന് പറഞ്ഞു. അഹരോൻ അത് കണ്ടപ്പോൾ, കണ്ടോ, ഇതുവരെ മര്യാദക്കിരുന്ന സ്തോത്രം ഹല്ലേലൂയ മനുഷ്യനായിരുന്നു. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഇങ്ങേരുടെ സമതല തെറ്റിയെന്ന് ഓർക്കണം, മനസ്സിലാക്കണം. സമതല തെറ്റിട്ട് ഇയാൾ എന്നാ പറഞ്ഞേ? അയാളെ വാക്യം ശ്രദ്ധിക്കണം. കണ്ടപ്പോൾ പണിതു. ഇവിടുത്തെ നാളെ യഹോവയ്ക്കൊരു ദിവസം, ഒരു ഉത്സവം അല്ലെ? നാളെ യഹോവയ്ക്കൊരു ഉത്സവം. അപ്പൊ എന്റെ ഒരു ചോദ്യമേ, ഈ മോശ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരുവാൻ താമസിക്കുന്നു. ഓക്കെ, അപ്പോൾ അത് എത്ര നേരം താമസിക്കുന്നു എന്ന് അറിയത്തില്ല, അവിടെ പറയുന്നില്ല. പക്ഷെ ഇവിടെ അഹരോനിലേക്ക് കുത്തിവെക്കപ്പെട്ട ആ വിഷം കണ്ടോ, ആ ദുരുപദേശം കണ്ടോ? പറഞ്ഞു തന്നെ നാളെ എന്താ ഈ പറഞ്ഞ സ്തോത്രം ഇതിന്, അതായത് കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി അവിടെ പറയുന്ന അത് കണ്ടിട്ട് മുമ്പാകെ വിളിക്കും നാളെ യഹോവയ്ക്ക് ഒരു ഉത്സവം എന്ന് വിളിച്ചു പറഞ്ഞു. അപ്പൊ നാളെയും അപ്പൊ മോശ വരുന്നില്ലേ? മനസ്സിലാ? നാളെയും മോശ വരുന്നില്ലേ? ഇത് കണ്ടപ്പോൾ അവിടെ വിളിച്ചു പറഞ്ഞു നാളെ യഹോവയ്ക്ക് ഒരു ഉത്സവം എന്ന് വിളിച്ചു പറഞ്ഞു. അടുത്തെന്ത് സംഭവിച്ചു? എഴുന്നേറ്റ് ഹോമയാഗങ്ങൾ കഴിച്ചു, സമാധാനയാഗങ്ങളും അർപ്പിച്ചു, ജനം ഭക്ഷിക്കുവാനും കുടിക്കുവാനും ഇരുന്നു, കളിക്കുവാൻ എഴുന്നേറ്റു. അപ്പോൾ യഹോവ മോശയോട് നീ ഇറങ്ങി ചെല്ലുക. മതി. അപ്പൊ എപ്പോഴാ ദൈവം ഇടപെടുന്നറിയാമോ? ഈ കാലഘട്ടത്തിലും ഈ സമയം താമസിച്ചോണ്ടിരിക്കുക കർത്താവിന്റെ വരവിന്. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ മനസ്സിലാക്കണം, പാളയത്തിലുള്ളവര് പൂർണ്ണ തോതിൽ വഴി തെറ്റുന്നത് വരെയും ദൈവം കാത്തിരുന്നു. നമുക്ക് ആർക്കെങ്കിലും ഇഷ്ടമാണ് ഇത് കേൾക്കാൻ? പാളയത്തിലുള്ള സകല ജനവും വഴി തെറ്റുന്നത് വരെയും യഹോവ കാത്തിരുന്നു. ഇവരാരും എനിക്കുള്ളവരല്ല. കാര്യം അവിടെ പറയുന്ന നാളെ യഹോവയ്ക്ക് ഒരു ഉത്സവം. അപ്പൊ ഇങ്ങർക്ക് ഈ മനുഷ്യന്റെ മാനസിക നില തെറ്റി. ഹല്ലേലൂയ. എനിക്കറിയാവുന്നവരുണ്ട് ഈ പ്രോസ്പെരിറ്റി കേട്ടിട്ട് വേറെ വഴിയായി. സ്തോത്രം. അതിന് ഈ നിലവാരത്തിൽ ദൈവം നിന്നെ അങ്ങ് നന്നാക്കാൻ പോവാന്നും പറഞ്ഞ് സ്തോത്രം വല്ലാതെ അങ്ങോട്ട് ജനത്തിന്റെ ഇടയിൽ ദ്രവ്യാഗ്രഹം കുത്തിവെക്കുന്ന വാക്കുകൾ പടച്ചുവിടുന്ന വ്യക്തികളെ എനിക്കറിയാം. പുറമെ അവൻ അഹരോനായിരിക്കും, പറയുമ്പോൾ നാളെ യഹോവയ്ക്ക് ഒരു ഉത്സവമാണെന്ന് പറയും. പക്ഷേ ജനം വഴിതെറ്റുന്നത് വരെയും താമസമാണ് കാര്യങ്ങൾ. ഹല്ലേലൂയ. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ, പത്രോസിന്റെ ലേഖനം എന്തുകൊണ്ടാണ് അത് പറയുന്നത്? നിങ്ങൾ വിചാരിക്കുന്നത് പോലെ കർത്താവിന്റെ വരവ് താമസിക്കുന്നില്ല, വാഗ്ദത്തം നിവർത്തിക്കുവാൻ താമസിക്കുന്നില്ലെന്ന് പറഞ്ഞു. അതേ കാര്യം തന്നെയാണ് മോശ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരുവാൻ താമസമെന്ന് വിചാരിച്ചപ്പോഴാണ് ജനം വഴിതെറ്റിയത്. അപ്പോൾ ദൈവിക പദ്ധതിക്കകത്ത്, ദൈവിക കാര്യപരിപാടിക്കകത്ത് ഉപദേശത്തിൽ നിൽക്കുവാൻ മനസ്സില്ലാത്തവർ വഴിതെറ്റുവാൻ തക്കവണ്ണം ദൈവവും അനുവദിക്കുമെന്ന് മനസ്സിലാക്കണം. കാര്യം വൃതന്മാർ വഴിതെറ്റും. ആരുടെ വാക്ക് കേട്ടാ വഴിതെറ്റുന്നത്? ആരുടെ വാക്ക് കേട്ടാ വഴിതെറ്റുന്നത്? സ്വതം കള്ള അപ്പോസ്തലന്മാരെ, കള്ളപ്രവാചകൻ. നമ്മൾ ഇതൊക്കെ ഈ സുവിശേഷത്തിൽ എഴുതി വെക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ഇത് പ്രത്യേക എന്തെങ്കിലും ആരെങ്കിലും മനഃപൂർവ്വം പിടിച്ചു കെട്ടുന്നതാണ്. എന്താ സംഭവിക്കുന്നതാണ്? കാര്യങ്ങൾ താമസിക്കാൻ തുടങ്ങുമ്പോൾ ജനം വഴിതെറ്റും. അത് നമ്മുടെ പ്രസംഗത്തിന്റെ ഒരു കാലഘട്ടം ഇന്ന് എനിക്കറിയാവുന്ന 2028 കർത്താവിന്റെ വരവായിരിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് ഇല്ലെങ്കിൽ 2032 കർത്താവിന്റെ വരവ് തീർച്ചയായിട്ടും സംഭവിക്കുമെന്ന് വിശ്വസിക്കുകയും അതിന്റെ ഒത്തിരി തെളിവുകളും ഉണ്ട്. അപ്പോൾ തിരിച്ചൊരു കാര്യം, ആ സമയത്തൊന്നും വന്നില്ലെങ്കിലും, അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ സമയങ്ങളിൽ വന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കണം? ഇതുപോലെ ജനം ഒന്നടങ്കം എഴുന്നേറ്റ് അഹരോന്റെ മുമ്പിൽ ചെന്നിട്ട് പറയണം, ഞങ്ങളുടെ മുമ്പിൽ നടക്കുവാൻ ഒരു ദൈവത്തെ ഉണ്ടാക്കി തരണം. അവന്റെ സമയത്തിന് ഞങ്ങളെ നിയന്ത്രിക്കല്ല, ഞങ്ങളുടെ സമയത്തിന് ഞങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഞങ്ങൾക്ക് നടക്കുവാൻ, ഞങ്ങൾ ചുമന്നുകൊണ്ട് നടക്കുന്നിടത്ത് അത് ചെല്ലുകയും നിൽക്കുകയും ഞങ്ങളുടെ ഇംഗിതത്തിനനുസരിച്ച് മാത്രം പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു ദൈവത്തെ.
ആ ദൈവത്തെ യേശു എന്ന് വിളിക്കാനാണ് അനേകർ താല്പര്യപ്പെടുന്നത്. മനസ്സിലാക്കണം, അനേക വൃതന്മാരെ തെറ്റിക്കുവാൻ കള്ളപ്രവാചകന്മാർ, കള്ള അപ്പോസ്തലന്മാർ ഇന്നും പ്രവർത്തിച്ചു കൊണ്ടാണ് ഇരിക്കുന്നത്. കാരണം എന്താ? അവരെന്തുകൊണ്ടാണ് വർക്കൗട്ട് ആകുന്നത്? അവർ പ്രതീക്ഷിക്കുന്നത് പോലെ ഇവരൊക്കെ ഇത്രയും യുദ്ധം, ഇപ്പൊ ഗാസ ഇസ്രായേൽ യുദ്ധം നടക്കുകയാണ്. ട്രംപ് ഒരു വശത്ത് കയറി വരുന്നുണ്ട്. റഷ്യ ഉൾപ്പെടെ അവരെല്ലാം സഖ്യകക്ഷികളെല്ലാം ആ നിലവാരത്തില് യുദ്ധത്തിന്റെ സാഹചര്യങ്ങളെല്ലാം ഒരുങ്ങി വരികയാണ്. ഇസ്രായേൽ ഒരു വലിയ വിഷയമായിട്ട് തന്നെ കടന്നു വരികയാണ്. ഇതെല്ലാം ഇന്റർനാഷണൽ പൊളിറ്റിക്സിന്റെ നോക്കുമ്പോൾ ഇതൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ മനസ്സിലാക്കണ യേശുക്രിസ്തുവിന്റെ വരവാണെന്ന് ഉള്ളതിനുള്ള സകല സാധ്യതകൾ ഇവിടെ കാണുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും കർത്താവിന്റെ വരവ് താമസിക്കുന്നു മാത്രമല്ല, ജനം പാളയത്തിലിരുന്ന് പാളയത്തിന്റെ വിശുദ്ധി കളഞ്ഞുകൊണ്ടായിരിക്കും. ശ്രദ്ധിച്ചോ? പാളയത്തിൽ കടന്നുകൊണ്ട് ജനം പാളയത്തിന്റെ വിശുദ്ധി നശിപ്പിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അവരവിടെ ഇരുന്നുകൊണ്ട് ദൈവത്തെ ഒരു വിഗ്രഹമായിട്ട് കാണാൻ റെഡി ആയിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ഇതുവരെ മോശ വരുന്നില്ലല്ലോ, നാളിതുവരെ ഞങ്ങൾ ഒരുക്കത്തോട് കൂടി ഇരുന്നിട്ട് ഇതുവരെ അതിനൊരു മറുപടി ഇല്ലല്ലോ, പരിഹാരമില്ലല്ലോ എന്നുള്ള ശ്രുതി ഇന്ന് സഭയ്ക്കകത്ത് അനേക ഹൃദയങ്ങളിൽ മുഴങ്ങിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ഇനി ആ മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന ശബ്ദം പുറത്ത് പ്രകടമാകുമ്പോൾ എന്ത് സംഭവിക്കും? ജനമെല്ലാം ഒരുമിച്ച് പറയും, കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും, ഇനിയും കാലങ്ങളും സമയങ്ങളും ഉണ്ട്, അതുകൊണ്ട് നമ്മൾ ഇവിടെ സ്വസ്ഥമായിട്ട് ഇരുന്നാൽ മതി എന്നുള്ള ചിന്തയിലേക്ക് ജനം വരും. ആമേൻ. അങ്ങനെ സ്തോത്രം, ഹല്ലേലൂയ. വചനപ്രകാരം നമ്മൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്തോത്രം, തിന്മാനും കുടിപ്പാനും ഇരുന്ന് കളിപ്പാനായിട്ട് എഴുന്നേറ്റു. ഒരു വാക്യം. മറ്റൊരു ഭാഗം നമ്മൾ വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നത് അനേക അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും കുഴങ്ങിയ നാള് നഷ്ടമായി പോകുന്ന അനുഭവത്തിലേക്ക് വരും. അനേകർ അതിഭക്ഷണത്തിൽ, ഇന്ന് നോക്ക്, എവിടെ നോക്കിയാലും ഭക്ഷണമില്ലാത്തത് എവിടെയാണ്? ഏതൊക്കെ തരത്തിലുള്ള വിവിധമായ ഭക്ഷണത്തിന്റെ ഒരു വലിയ ശ്രേണി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിഭക്ഷണം, അടുത്ത് മദ്യപാനം, മരുന്നുകള്. ആമേൻ, സ്തോത്രം. ബീവറേജിന്റെ കാര്യമല്ല പറയുന്നത്, മരുന്നുകളെല്ലാം അതിനകത്താ പറയുന്നത്. ഒരു മനുഷ്യൻ ഒരു ഗുളികയെങ്കിലും കഴിക്കാത്ത ഒരു മനുഷ്യനുണ്ടോ ഇന്ന്? ഉണ്ടോ? ഒരു ഗുളികയെങ്കിലും കഴിക്കാത്ത മനുഷ്യനുണ്ടോ? ഹല്ലേലൂയ. ഉണർന്ന് കരങ്ങൾ ദൈവത്തിന് മഹത്വപ്പെടുത്തിയാട്ടെ. സ്തോത്രം. ഒരു മരുന്നെങ്കിലും കഴിക്കാത്ത ഒരു മനുഷ്യനുണ്ടോ? അപ്പൊ മദ്യപാനം എന്ന് പറയുന്നത് എന്തിനർത്ഥത്തിലാണ്? ശരീരത്തെ സ്വതം നിലനിർത്തുവാൻ ഉപയോഗിക്കുന്ന മരുന്നിന്റെ എല്ലാ ശ്രേണി ഇതിന്റെ അകത്ത്. അപ്പൊ മദ്യപാനം, അതിഭക്ഷണം, ഉപജീവന ചിന്ത. അപ്പൊ സ്തോത്രം, ഹല്ലേലൂയ. ശ്രദ്ധിക്കണം, ഉപജീവന ചിന്ത. ഇന്നുള്ള കോഴ്സുകൾ, ജോലികൾ, വിദേശ രാജ്യത്തിലേക്കുള്ള മൈഗ്രേഷൻ, ഇതെല്ലാം എന്താണ്? ഉപജീവന ചിന്തയുടെ ഭാഗമല്ലേ? ഇന്ന് സഭയ്ക്കകത്ത്, പ്രാർത്ഥനയ്ക്കകത്ത് ബഹുഭൂരിപക്ഷം തലമുറ രക്ഷപ്പെടാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയല്ലാതെ വേറൊന്നുമില്ല. തലമുറ രക്ഷപ്പെടാൻ ദൈവത്തിന്റെ നാമം എങ്ങനെ ഉപകരിക്കാം, അതിന് എക്സ്പേർട്ടായിട്ട് കുറെ മന്ദബുദ്ധികളും ഉണ്ട് ഈ വചനമെടുത്തുകൊണ്ട് നടക്കാൻ. മനസ്സിലാക്കണമേ, ഇതൊക്കെ കർത്താവ് മുന്നമേ പറഞ്ഞിരിക്കുകയാണ്. കാഹളം ധരിക്കും, മരിച്ചവരുയർക്കും, ജീവനോടെ ശേഷിച്ച് വൃതന്മാർ, വിശുദ്ധി സൂക്ഷിച്ചവരും വേർപെട്ടിരിക്കുന്നവർ കർത്താവിന്റെ രാജ്യത്തിനായിട്ട് രൂപാന്തരപ്പെട്ട് അവന്റെ രാജ്യത്തിൽ എടുക്കപ്പെടും. ഹല്ലേലൂയ. ഇത് സംഭവിക്കാൻ പോവുകയാണ്. പക്ഷെ അത് ഈ പറയുന്നത് പോലെയല്ല. ഇതിന്റെ ഇടയിൽ പാളയത്തിൽ ഇരുന്ന് എല്ലാം ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങി വരും. വായിച്ചേ, ആ ഭാഗം ഒന്ന് വായിച്ചേ, ഒന്നും കൂടെ വായിച്ചേ. അല്ല, ഒന്നും കൂടെ പുറകോട്ട് കയറ്റി വായിക്കുക. അഹരോൻ അത് കണ്ടപ്പോൾ, 5-ാം വാക്യം. അഹരോൻ അത് കണ്ടപ്പോൾ അതിന് മുമ്പാകെ ഒരു യാഗപീഠം പണിതു, നാളെ യഹോവയ്ക്ക് ഒരു ഉത്സവം എന്ന് വിളിച്ചു പറഞ്ഞു. പിറ്റന്നാൾ അവർ അധികാലത്ത് എഴുന്നേറ്റ് ഹോമയാഗങ്ങൾ കഴിച്ചു, സമാധാന യാഗങ്ങളും അർപ്പിച്ചു. ജനം ഭക്ഷിക്കുവാനും കുടിക്കുവാനും ഇരുന്നു, കളിക്കുവാൻ എഴുന്നേറ്റു. അപ്പോൾ യഹോവ മോശയോട്, നീ ഇറങ്ങിച്ചെല്ലുക. കണ്ടോ, ഇവിടെ ശ്രദ്ധിക്കണം. ഇത്രയും സംഭവിച്ചു കഴിഞ്ഞപ്പോൾ, അത് ജനം വഴിതെറ്റി എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞപ്പോഴാണ് മോശേനെ ദൈവം അയച്ചെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു, കർത്താവ് എപ്പോ ഒരു പിതാവല്ലാതെ നാഴിക വേറെ ആരും അറിയുന്നില്ല. അങ്ങനെയെങ്കിലും പുത്രനോട് പുറപ്പെടുവാൻ പറയുന്ന സമയം എനിക്ക് തോന്നി ഈ ഭൂമിയിൽ ഒരു സകലരും അവരവരുടെ വഴിയിൽ ദൈവമില്ലാത്തവരായി, ഭോഗപ്രിയരായി നടക്കണം. മനസ്സിലാകുന്നുണ്ടോ? എല്ലാരും പ്രാർത്ഥിക്കും, അയ്യോ എന്റെ കുഞ്ഞാണെ വഴിതെറ്റിപ്പോകുന്നു, എന്റെ ഇന്ന വ്യക്തി സഹോദരൻ വഴിതെറ്റിപ്പോകുന്നു, നമുക്ക് ഒരു പ്രാർത്ഥിക്കാം. വചനം പറയുന്നില്ല അത്. കാര്യം ഇത് അനുവദിച്ചേക്കുവാണ്. അവൻ വില കൊടുക്കാതെ ഒരുവനും അക്കരനാട് കടക്കരുത്. വില കൊടുക്കുന്നതല്ല. അവരുടെ ബോധിച്ച വഴികൾ നടക്കാനാണ് അവർ തുടങ്ങുന്നത്. അപ്പോൾ ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായിട്ട് നടക്കുന്ന ഒരു തലമുറ വരും.
ആരാധന പോയിട്ട് ദൈവത്തെ പോലും തിരിഞ്ഞു നോക്കാതെ സ്വതന്ത്രം മനസ്സിലാക്കണേ, കുഴിച്ചിടാൻ വേറെ സിസ്റ്റം ഉണ്ടാക്കും കേട്ടോ. ഞാൻ എൻ്റെ അഭിപ്രായം പറയുകയാണ്. ആമേൻ. ഈ മരിച്ചു കഴിഞ്ഞാൽ ഒരു ഭക്തനെ അടക്കുന്ന ശുശ്രൂഷ ക്രമമാണ്. ഇതൊന്നും വേണ്ടാതെ എല്ലാവരെയും കുഴിച്ചിടാനായിട്ട് അല്ലെങ്കിൽ ശവസംസ്കാരത്തിന് വേറൊരു ഫോർമാറ്റ് കണ്ടെത്തുന്നത് അവന് പാസ്റ്റർമാരൊന്നും വേണ്ടെന്നേ. അല്ലാതെ തന്നെ ഒരു കുഴിച്ചിടാനുള്ള സിസ്റ്റം ഉണ്ടായ അന്ന് തീരും സഭകളുടെ മിക്ക പ്രവർത്തനങ്ങളും. ഈ ഗവൺമെന്റ് തീരുമാനിക്കുക ഏത് വീട്ടിലെങ്കിലും ഒരു മരണം ഉണ്ടായാൽ അതിനെ ക്രീമേറ്റ് ചെയ്യുകയോ ബെറി ചെയ്യുകയോ എന്താണോ ചെയ്യുന്നത് അതിനുള്ളൊരു ഫെസിലിറ്റി ഉണ്ടാക്കാൻ ഗവൺമെന്റ് തീരുമാനിച്ച UK പോലെ അമേരിക്കയെ പോലെയൊക്കെ തീരുമാനം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇവിടെ അന്ന് തീരും മിക്ക മതങ്ങളും അതിന്റെ ഉപദേശങ്ങളും നിയമങ്ങളും അന്ന് അവസാനിക്കും. അന്ന് ബഹുഭൂരിപക്ഷം യങ്സ്റ്റേഴ്സ് പറഞ്ഞ് ഞങ്ങളെ ഇങ്ങനെ നോക്കണ്ട, ഇതിനു വേണ്ടിയല്ലേ ഉള്ളൂ. അപ്പോഴോ അടുത്തത് കല്യാണമേ വേണ്ട, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളെ കൂട്ടുചേർന്ന് നിങ്ങൾക്ക് പോയി ജീവിക്കാം. ആ കല്യാണ വിവാഹമൊക്കെ എവിടെ പറഞ്ഞിരിക്കുന്നത്? ഇങ്ങനെ ഒരു കൈ വിശ്വസിച്ച് അവർ ചേർക്കണം. പുരുഷന്റെ സ്ത്രീ തുണയായിരിക്കണം എന്നാരാ പറഞ്ഞേ? പുരുഷന് തുല്യമല്ല സ്ത്രീ, പുരുഷന്റെ കൂടെ തന്നെ നിൽക്കാനുള്ള സ്ത്രീ എന്നുള്ള ആ നിലവാരത്തിലേക്ക് വന്നു കഴിയുമ്പോൾ വിവാഹത്തിനും ദൈവസഭ ആവശ്യമില്ല. അപ്പൊ കുഴിച്ചിടാനും ആവശ്യമില്ല, കെട്ടിക്കാനും ആവശ്യമില്ല. അപ്പൊ പെട്ടിക്രിസ്ത്യാനിയും പോകും, കെട്ടിക്രിസ്ത്യാനിയും പോകും. ഇത് രണ്ടിലുമാണ് ഇന്ന് സംഘടനകൾ പിടിച്ചു നിൽക്കുന്നത്. അപ്പോൾ മനസ്സിലാക്കണം, എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് ക്യാൻസൽ ചെയ്യുമ്പോഴേ ആ കൂട്ടത്തിൽ ദൈവിക പ്രവൃത്തി കൂടെ ക്യാൻസൽ ചെയ്യാൻ പിശാച് പ്ലാൻ ചെയ്യുന്നുണ്ട്. ശ്രദ്ധിക്കണം. അല്ലാതെ സ്തോത്രം ഇതിനെ മാത്രമല്ല, ആമേൻ, എല്ലാത്തിനെയും ഒരുമിച്ച് ക്യാൻസൽ ചെയ്യുന്നതിലൂടെ ദൈവപ്രവൃത്തിയും കൂടെ ക്യാൻസൽ ചെയ്യുകയാണ്. ഇനിയൊരു പുരോഹിതന്റെ ആവശ്യമില്ലാതെ മരണടക്കം നടക്കുമെങ്കിലോ? ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ വരുന്ന കാലഘട്ടത്തിൽ നടക്കാൻ സാധ്യതയുണ്ട്. തുടർന്ന് വായിച്ചേ. അപ്പോൾ യഹോവ മോശയോട് ഇവിടെ ശ്രദ്ധിക്കണം, ദൈവം മോശയോട് പറയുന്ന കാര്യമാണ് നീ മിസ്രയീം ദേശത്ത് നിന്ന് കണ്ടോ, നീ മിസ്രയീം ദേശത്തുണ്ട്. അപ്പൊ ദൈവം അവിടെ പറയുന്ന കാര്യം ശ്രദ്ധിക്കണം. അവിടെ ഫുൾ റെസ്പോൺസിബിലിറ്റി മോശയുടെ ചുമലിൽ വെക്കുകയാണ്. ഇതുപോലെ നമ്മൾ നോക്കുമ്പോൾ എബ്രായ ലേഖനത്തിൽ നോക്കുമ്പോ രക്ഷാനായകനും പൂർത്തിവരുത്തനുമായ ക്രിസ്തു തേജസ്സിലേക്ക് നടത്തപ്പെടുകയാണ്. നമ്മൾ 2-ാം അധ്യായം 1-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ രക്ഷാനായകൻ കഷ്ടാനുഭവങ്ങളെ തികഞ്ഞനായി തീർന്ന നിമിത്തം അവനെ അനുഗമിക്കുന്ന നമ്മൾ ഓരോരുത്തരും വെളിച്ചത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് പോവുകയാണ്. നമുക്ക് മുമ്പേ ആദ്യഫലമായ ക്രിസ്തു നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഈ ഭൂമിയിൽ നിന്ന് നമ്മെ ദൈവരാജ്യത്തിലേക്ക് ഉയർത്തുവാൻ വേണ്ടി കർത്താവായ യേശു ക്രിസ്തു വരികയും നമ്മെ കർത്താവിന്റെ രാജ്യം ചേർക്കുകയും ചെയ്യുമ്പോൾ പിതാവായ ദൈവം പുത്രന്റെ ചുമരിൽ സകല അധികാരവും കൊടുക്കുകയാണ്. മോശയുടെ മേൽ ഈ 6 ലക്ഷം വരുന്ന ജനത്തിന്റെ കാര്യത്തില് ഉറപ്പ് കൊടുക്കുകയാണ്. നീ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന ജനം അല്ലേ? അങ്ങനെയെങ്കിൽ മനസ്സിലാക്കണം, നമ്മെ വീണ്ടെടുത്ത പുത്രനാകുന്ന യേശു ക്രിസ്തുവിന്റെ കൈ കീഴിലാണ് നമ്മുടെ പ്രാണന് നിൽക്കുന്നത്. പിതാവ് പറയും, ഞാൻ നിന്റെ കൈ തന്നിരിക്കുന്ന ജനം, ഞാൻ നിന്റെ കൈ തന്നിരിക്കുന്നു, ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചത് നിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരെ കൊണ്ടുവരുവാൻ പറയും. അപ്പൊ കൊണ്ടുവരുവാൻ വരുമ്പോൾ പാളയത്തിലേക്ക് ഇറങ്ങി വരുമ്പോ ഭൂമിയിലേക്ക് വരുമ്പോൾ അന്ന് ഇവിടെ ഇതുപോലെ കാളക്കുട്ടിയെ ഉണ്ടാക്കി കിടക്കുന്ന അനുഭവത്തിലായിരിക്കുന്ന മനുഷ്യർ എടുക്കപ്പെടുകയില്ല. ഏതർത്ഥത്തിലാന്ന് മനസ്സിലാക്കണം. ദൈവം കർത്താവ് ഒരു താമസിക്കുന്നു എന്ന് കണ്ട് അവർക്ക് ബോധിച്ച വഴികളിലൂടെ പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് ആയിരിക്കുന്നത്. മനുഷ്യർ സ്വസ്ഥകൾ, ദ്രവ്യാഗ്രഹികളും, വമ്പ് പറയുന്നവരും, ദാർഷ്ട്യക്കാരും, അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും ആ ലിസ്റ്റിൽ ആ കാറ്റഗറിയിൽപ്പെട്ടവരെല്ലാം അവിടെ കൈവിടപ്പെടണം. അതിനാണ് ദൈവം താമസം അനുവദിക്കുന്നത്. ആമേൻ. വായിച്ചാട്ടെ. വായിച്ചാട്ടെ. അപ്പോൾ യഹോവ മോശയോട് ഇറങ്ങിച്ചെല്ലുക, നീ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നിന്റെ ജനം തങ്ങളെ തന്നെ വഷളാക്കിയിരിക്കുന്നു. ശ്രദ്ധിക്കണം. അപ്പൊ മനസ്സിലാക്കണം, തങ്ങളെ തന്നെ വഷളാക്കിയിരിക്കുന്നു. നമ്മെ യേശുവിന്റെ രക്തത്താൽ കർത്താവ് നമ്മളെ കഴുകി നമ്മളെ വെടിപ്പാക്കിയിരിക്കുകയാണ് അല്ലേ? ആമേ. നമ്മളെ ശുദ്ധീകരിച്ചിരിക്കുകയാണ്. നമ്മളെ ശുദ്ധീകരിച്ചിരിക്കുന്ന നാം ഓരോരുത്തരും താമസം എന്ന് വിചാരിച്ച് നമ്മളെ തന്നെ വിടക്കാക്കാൻ തുടങ്ങിയാൽ നമ്മൾ കൈവിടപ്പെടും. ഹല്ലേലൂയ. അപ്പോൾ കർത്താവിന്റെ വചനപ്രകാരം നമ്മൾ നോക്കിയാൽ നാം നമ്മെ തന്നെ വിടക്കാക്കാൻ തുടങ്ങും. അത് കഴിയുമോ? സാധിക്കും. തിമോഥെയോസിന്റെ 2-ാം ലേഖനം 3-ാം അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ ആ കാറ്റഗറിയിൽ പെടുന്ന ലിസ്റ്റിൽ പ്രകാരമുള്ള ഏത് കാര്യം ചെയ്താലും നമ്മെ തന്നെ നമ്മൾ വിടക്കാക്കുകയാണ്. ആമേൻ. അത് സംഭവിച്ചു കഴിഞ്ഞാൽ പാളയത്തിൽ നിന്ന് ആ വ്യക്തി കൈവിടപ്പെടണം. അതുകൊണ്ടാണ് നമ്മൾ വായിച്ച, നിങ്ങൾ വിചാരിക്കുന്ന പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിക്കുവാൻ താമസിക്കുന്നില്ല.
അപ്പോൾ അവര് പ്രതീക്ഷിച്ച സമയം കഴിഞ്ഞും മോശെ കാണാതെ വന്നപ്പോൾ അതുവരെയുള്ള ഭയം അവിടെ അവസാനിപ്പിച്ചു. അതായത് ഫ്രീ വില്ലുണ്ട് അല്ലേ? ഏത് വ്യക്തിക്കും ഫ്രീ വില്ലുണ്ട്, എന്ത് സ്വതന്ത്രമായിട്ട് ചെയ്യാൻ. ആ ഫ്രീ വില്ലിലേക്ക് ഏതൊരു വ്യക്തിയെയും കാര്യങ്ങൾ ചെയ്യാൻ അനുവദിക്കുകയാണ് ദൈവം ചെയ്യുന്നത്. ആമേൻ. ഇതുവരെ നമ്മുടെ എല്ലാം ജീവിതത്തിൽ ദൈവദാസന്മാരുടെ അകമ്പടിയിൽ, ഉപദേശത്തിന്റെ അകമ്പടിയിൽ, സഭയുടെ അകമ്പടിയിൽ നമ്മൾ ഭയത്തിലാണ് ആയിരിക്കുന്നതെങ്കിൽ ഇനിയുള്ളൊരു കാലഘട്ടം ആ അകമ്പടി മാറിയിട്ട് നമ്മളിലുള്ള ഫ്രീ വില്ല്, സ്വതന്ത്രമായ നമ്മുടെ തീരുമാനങ്ങളും ഇച്ഛകളും ഉപയോഗിച്ച് നമ്മൾ ജീവിക്കാൻ നമ്മുടെ മുമ്പിൽ ഒരു അവസരം തെളിഞ്ഞാൽ എന്തായി തീരും? അവിടെയാണ് നമ്മുടെ എല്ലാ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി നിലനിൽക്കുന്നത് അല്ലേ? അവിടെ വായിച്ച ബാക്കി തുറന്ന് വായിച്ചേ. ഞാൻ അവരോട് കൽപ്പിച്ച വഴി അവർ വേഗത്തിൽ വിട്ടുമാറി. കണ്ട, ഞാൻ അവരോട് കൽപ്പിച്ച വഴി അവർ വേഗത്തിൽ വിട്ടുമാറി. എത്ര വേഗത്തിലാന്നറിയാം? മോശ വരുവാൻ താമസിക്കുന്നത് എത്ര വേഗത്തിലോ അത്ര വേഗത്തിൽ അവർ വിട്ടുമാറി. കർത്താവ് വരാൻ താമസിക്കുന്ന എത്ര കാലമുള്ള അത്രയും കാലത്തിനുള്ളിൽ അവർ വിട്ടുമാറി. അവര് തെറ്റിപ്പോയി. വലിയ സമയമൊന്നും വേണ്ട, വായിച്ചേട്ടെ. വായിച്ചു നിർത്താം. വിട്ടുമാറി ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി നമസ്കരിച്ച് അതിനു യാഗം കഴിച്ചു. ഇസ്രായേലേ, ഇത് നിന്നെ മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവന്ന നിന്റെ ദൈവമാകുന്നു എന്ന് പറയുന്നു എന്ന് അരുളി ചെയ്തു. അതായത് ഇവിടെ ശ്രദ്ധിക്കട്ടെ, ദൈവം ഇത് കേട്ടോണ്ടായിരിക്കുന്നത്. മോശയോട് മുകളിൽ നിന്ന് കോൺഫറൻസ് നടത്തിക്കൊണ്ടിരിക്കുക. അടുത്ത ന്യായപ്രമാണത്തെ കുറിച്ച്, നിത്യതയെ കുറിച്ച്, ദൈവജനത്തെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചുകൊണ്ടിരുന്നപ്പോ താഴെ അഹരോനെ, മോശയുടെ കൂടെ ഇരുന്നവനെ, അവൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ദൈവ സ്വർഗത്തിലിരുന്ന് കേട്ടു. അത് മോശയോട് പറഞ്ഞ് കേൾപ്പിക്കുന്ന രംഗമാണ് കാണുന്നത്. അതായത് ഈ ഭൂമിയിൽ സഭയ്ക്കകത്ത് കർത്താവിന്റെ ഒരു താമസമാണെന്ന് കണ്ട് വൃതന്മാരെ തെറ്റിക്കാൻ അഹരോൻ കേൾക്കുന്ന എല്ലാ ഡയലോഗുകളും സ്വർഗം കേൾക്കുന്നുണ്ട്. ഇവിടെ ഓരോ വൃതനെയും തെറ്റിക്കാൻ ഇവിടെ നിന്ന് പുറപ്പെടുന്ന ഓരോ പ്രസംഗങ്ങളും സ്വർഗം വ്യക്തമായി കേൾക്കുന്നുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഇവിടെ ചിലര് ചിന്തിക്കുന്നുണ്ട്, ഞാനിവിടെ ഈ പ്രസംഗിക്കുന്നൊക്കെ ഈ തട്ടുവിട്ട് അല്ലെങ്കിൽ സ്പീക്കറിന്റെ പരിധി കഴിഞ്ഞാൽ പിന്നെ ഒന്നും പുറത്തു പോകുന്ന എല്ലാം വിത്ത് എവിഡൻസ് സ്വർഗത്തിലുണ്ട്. മനസ്സിലാകുന്നുണ്ട്? ഓരോരുത്തരും അല്പമായ കാശിന് വേണ്ടിയും പദവിക്ക് വേണ്ടിയും വഴി മനഃപൂർവ്വം തെറ്റിക്കുന്നവരെ കേട്ടുകൊള്ളുക. നിന്റെ മേൽ ന്യായവിധി വരും. നിന്റെ പ്രസംഗവും നിന്റെ ആഹ്വാനങ്ങളും കേട്ടൊരു സ്വർഗമുണ്ടെന്ന് മറന്നു പോകരുത്. എന്താ അവിടെ വായിക്കുന്നത്? നമ്മൾ എടുത്തു കഴിഞ്ഞ് പിന്നെ തീരത്തിലെങ്കിലും ഞാൻ ആ ഭാഗം ഒന്ന് ചിന്തിക്കട്ടെ. നമ്മൾ അവിടെ ഒന്നും കൂടെ നമ്മളൊന്ന് ആ 32-ാം അധ്യായത്തിന്റെ അകത്ത് ഒന്ന് ചിന്തിച്ചേ. അവിടെ എന്താ നടന്നേ? അവിടെ ദൈവം, അവിടെ കാണപ്പെടുന്ന നിലവാരത്തിൽ ദൈവമില്ല. പക്ഷെ ദൈവം അവിടെ പറയുന്ന കാര്യം കേട്ടില്ലേ? അവിടെ നടക്കുന്ന ദൈവത്തെ ചൊടിപ്പിച്ച രംഗം നമുക്കൊന്നും കൂടെ വായിച്ചാലോ? കർത്താവിനെ ചൊടിപ്പിച്ച രംഗം നമുക്കൊന്നും കൂടെ വായിച്ചാലോ? ഒന്ന് വായിച്ചേ. അതിന്റെ അവിടെ 3-ാം വാക്യം മുതൽ വായിച്ചേ. അതല്ല, നമുക്കതിന്റെ സ്തോത്രം അവിടെ 2 മുതൽ വായിച്ച. അഹരോൻ അവരോട് നിങ്ങളുടെ ഭാര്യമാരുടെയും പുത്രന്മാരുടെയും കാതിലെ പൊൻകുണുക്ക് പറിച്ച് എന്റെ അടുക്കൽ കൊണ്ടുവരുവീൻ എന്ന് പറഞ്ഞു. ജനമൊക്കെയും തങ്ങളുടെ കാതിൽ നിന്ന് പൊൻകുണുക്ക് പറിച്ച് അഹരോന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ അത് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങി ഒരു കൊത്തുളി കൊണ്ട് ആശ വരുത്തി ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി. അപ്പോൾ അവർ ഇസ്രായേലേ, ഇത് നിന്നെ മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവന്ന നിന്റെ ദൈവമാകുന്നു എന്ന് പറഞ്ഞു. അഹരോൻ അത് കണ്ടപ്പോൾ അതിന് മുമ്പാകെ ഒരു യാഗപീഠം പണിതു. കണ്ടോ? അഹരോൻ അത് കണ്ടപ്പോൾ അതിന് മുമ്പാകെ ഒരു യാഗപീഠം പണിതു. നാളെ യഹോവയ്ക്ക് ഒരു ഉത്സവം എന്ന് വിളിച്ചു പറഞ്ഞു. പിറ്റന്നാൾ അവർ അധികാരത്തെ എഴുന്നേറ്റ് ഹോമയാഗങ്ങൾ കഴിച്ചു, സമാധാന യാഗങ്ങളും അർപ്പിച്ചു. ജനം ഭക്ഷിക്കുവാനും കുടിക്കുവാനും ഇരുന്നു, കളിക്കുവാൻ എഴുന്നേറ്റു. അപ്പോൾ യഹോവ മോശയോട്, നീ ഇറങ്ങി ചെല്ലുക. നീ മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവന്ന നിന്റെ ജനം തങ്ങളെ തന്നെ വഷളാക്കിയിരിക്കുന്നു. ഇവിടെ നമുക്ക് ഒത്തിരി പ്രസംഗിക്കാനുള്ള കാര്യമാണ്. എങ്കിലും ഞാൻ ഇതിന്റെ ഒരു കാര്യം പറയാം. നമ്മളിപ്പോ ഈ വിഷയം പറഞ്ഞു. ഇതിന് ശേഷം ജനം അവിടെ മോശ ഇറങ്ങി ചെല്ലുന്നു. മോശയുടെ ആഹ്വാനം അനുസരിച്ച് ലേവ്യർ ഒന്നടങ്കം മോശയുടെ അടുക്കൽ വരുന്നു. അവർ വാളരക്കി കെട്ടുന്നു, വെട്ടുന്നു. കൂടിയിരുന്ന സഹോദരനെ പ്രായമുള്ളവരെ കുഞ്ഞുങ്ങളെ ഒന്നും കനിവില്ലാതെ വെട്ടിയങ്ങ് കൊല്ലുകയാണ്. അങ്ങനെ രംഗമാണ് കാണുന്നത്.
അപ്പോൾ അത് സംഭവിച്ചു കഴിയുമ്പോൾ ശ്രദ്ധിക്കണം, ഈ വിഗ്രഹാരാധന ചെയ്ത് സകലരെ അവിടെ ഉന്മൂലനം നടത്തി കഴിഞ്ഞപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഏത് സാഹചര്യത്തിലും വാൾ അരയ്ക്ക് കെട്ടാൻ റെഡിയായിട്ടുള്ളവരെ അക്കരെ നാട് പിടിക്കുന്നു. ഏത് സാഹചര്യത്തിലും വചനം അതിന്റെ നിലവാരത്തിൽ ഈ വൈരികൾക്ക് നേരെ പ്രയോഗിക്കാൻ മടിയില്ലാത്തവരും മുഖം നോക്കാത്തവരുമേ ദൈവരാജ്യത്തിൽ പോവുകയുള്ളൂ. അത് തിരിച്ചറിയണം. തിരിച്ചറിയണം. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ ഈ വാക്യം ശ്രദ്ധിക്കണം. അടുത്തത് എന്താ? അവിടെ ദൈവം ഇത് മോശയോട് പറഞ്ഞു, അല്ലേ? ഇറങ്ങി ചെല്ലുക, തന്നെ നിങ്ങളെ തന്നെ വഷളാക്കിയിരിക്കുന്നു. 8-ാം വാക്യം, ഞാൻ അവരോട് കൽപ്പിച്ച വഴി അവർ വേഗത്തിൽ വിട്ടുമാറി ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി നമസ്കരിച്ച് അതിന് നിന്റെ ദൈവമാകുന്നു എന്ന് പറയുന്നു എന്ന് ചെയ്തു. ഞാൻ ഈ ജനത്തെ നോക്കി അത് ദുശാഠ്യമുള്ള ജനമാകുന്നു എന്ന് കണ്ടു. അതായത് ദുശാഠ്യം കാണിക്കാനുള്ള അവസരങ്ങളെല്ലാം നമുക്കുണ്ട്. സോഷ്യൽ മീഡിയയിലുണ്ട്, പബ്ലിക് പ്ലാറ്റ്ഫോമുകളിലുണ്ട്, സഭയ്ക്കകത്തുണ്ട്, കൂട്ടായ്മകളിലുണ്ട്. എല്ലാ മേഖലകളും ദുശാഠ്യം കാണിക്കാനുള്ള അവസരം ദൈവം ഒരുക്കി തന്നിട്ടുണ്ട്. വളരെ ഊക്കത്തോടെ ദുശാഠ്യം ചെയ്യുക, നിത്യ നരകത്തിലേക്ക് പോകാം. ആമേൻ. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ദുശാഠ്യമുള്ള ജനം. ദുശാഠ്യമുള്ള ജനം. ഞാൻ ഈ ജനത്തെ നോക്കി അത് ദുശാഠ്യമുള്ള ജനം ആകുന്നു എന്ന് കണ്ട് അടുത്തത്, അതുകൊണ്ട് എന്റെ കോപം അവർക്ക് വിരോധമായി കണ്ടോ. അവർക്ക് വിരോധമായി എന്റെ കോപം ജ്വലിച്ചു. ഇന്ന് കോപിക്കാതിരിക്കുന്ന ഒറ്റ കാരണം, കർത്താവിന് പ്രിയപ്പെട്ടത് അവിടെ ഉണ്ട്. മനസ്സിലാകുന്നുണ്ടോ? കർത്താവിന് പ്രിയപ്പെട്ടത് ഇവിടെ ഉണ്ട്. എന്നാൽ ഇതിന്റെ ഇടയിൽ ദൈവത്തിന്റെ പദ്ധതി വിട്ടുപോകുന്ന വൃതന്മാരുണ്ടല്ലോ. നാളെ യഹോവയ്ക്ക് ഒരു ഉത്സവം എന്ന് പറഞ്ഞ് വിഗ്രഹത്തിന് മുമ്പിൽ യാഗപീഠം പണിയാൻ വൃതന്മാരെ റെഡിയാക്കുന്ന ഒത്തിരി സിസ്റ്റംസ് ഇന്ന് നടക്കുന്നുണ്ട്. ഇതെല്ലാം ഒന്നാന്നേ നിങ്ങൾക്കറിയാവോ? സോ ദ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇതൊക്കെ തെറ്റാന്ന് പറയുകയും രഹസ്യമായിട്ട് ഇവരെയൊക്കെ പോയി കാണുകയും ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. മനസ്സിലാക്കണം, ഇതെല്ലാം കണ്ട് ദൈവത്തിന്റെ കോപം ജ്വലിച്ചേക്കുവാണ്. അപ്പോൾ ഭൂമിയിലെ ഓരോ പ്രസംഗങ്ങളും ദൈവം കേട്ടോണ്ടായിരിക്കുന്നു. ഭൂമിയിലെ ഓരോ പ്രവർത്തനങ്ങളും കർത്താവ് കണ്ടോണ്ടായിരിക്കുന്നു. അല്ലാതെ കണ്ണടച്ച് മൂടിയിരിക്കുകയല്ല കർത്താവ്. ആമേൻ. ഹാലലൂയ. ചിലരിരിക്കുന്ന രാഷ്ട്രീയക്കാരെ പോലെയാണ് നമ്മുടെ ദൈവം എന്നാ. ഹാലലൂയ. സ്തോത്രം. നേതാവ് വരുന്നതിന് മുമ്പ് സ്റ്റേജിൽ പറഞ്ഞു കൂട്ടുന്നതും ചെയ്തു കൂട്ടുന്നതൊക്കെ നേതാവ് വന്നു കഴിഞ്ഞാൽ നേതാവ് അറിയാതെ സ്റ്റേജിൽ ഇരിക്കുന്നത് പോലെയാണ് ദൈവരാജ്യത്തിന്റെ പദ്ധതി എന്നാണ് ചില മണ്ടന്മാർ വിചാരിക്കുന്നത്. എന്നാൽ നീ വരുന്നതിന് മുമ്പ്, ആരംഭിക്കുന്നതിന് മുമ്പേ ദൈവം നിന്നെ കണ്ടോണ്ടാണ് ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കാതിരിക്കരുത്. ഗേഹസി സ്തോത്രം, ഈ സ്തോത്രം അവിടെ വന്ന് സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം കുഷ്ഠം മേടിച്ചുകൊണ്ട് വരുന്നതിന് മുമ്പേ സ്തോത്രം ഹല്ലേലൂയ മനസ്സിലാക്കണം. സ്തോത്രം സ്തോത്രം ഏലീശയുടെ പിന്നാലെ സ്തോത്രം ദൈവത്തിന്റെ സാന്നിധ്യം പറഞ്ഞു. ദൈവം ഏലീശയോട് പറഞ്ഞു, ഗേഹസിനെ വിട്ടു പോകുമ്പോ സ്തോത്രം ഹല്ലേലൂയ നയമാന്റെ കുഷ്ഠരോഗം ഇവനെ വരണമെന്നുണ്ടെങ്കിൽ സ്തോത്രം അവൻ ചിന്തിച്ചത് എന്താണ്? ഞാൻ രഹസ്യത്തിൽ പോയി പൊന്നും വസ്ത്രവും എല്ലാം മേടിച്ചോണ്ട് വന്നിട്ട് യജമാനൻ ചോദിക്കുമ്പോൾ മിണ്ടണ്ട. മനസ്സിലാവുന്നു. ചിലരിങ്ങനെയാണ് ദൈവവേലയിലായിരിക്കുന്നത്. ആമേൻ. എന്നാൽ കർത്താവ് ഇത് കാണുന്നുണ്ട്, നല്ലതുപോലെ കാണുന്നുണ്ട്. മനസ്സിലാക്കണം, നമ്മുടെ എല്ലാം പ്രസംഗങ്ങൾ സ്വർഗത്തിലുണ്ട്, നമ്മുടെ എല്ലാ ആഹ്വാനങ്ങൾ സ്വർഗത്തിലുണ്ട്, നമ്മൾ ആരെ മഹത്വപ്പെടുത്തി എന്നുള്ളത് സ്വർഗത്തിലുണ്ട്. അല്ലെങ്കിൽ അവിടെ നീ ദൈവരാജ്യത്തിന് ശത്രുവായി തീരാതിരിക്കണമെന്നുണ്ടെങ്കിൽ പാളയത്തിൽ നീ ഏകനായിട്ടിരുന്നാൽ ഉറച്ചു നിൽക്കാൻ റെഡിയാണ്. ആമേൻ. കർത്താവ് അത് നോക്കുന്നുണ്ട്. അപ്പോൾ മനസ്സിലാക്കാൻ നമ്മൾ മടങ്ങി വരുമ്പോൾ മർക്കോസ് സുവിശേഷത്തിൽ വരുമ്പോൾ അവിടെ വായിക്കുന്ന വാക്യം എത്ര സ്തോത്രം ഹല്ലേലൂയ എത്ര വ്യത്യസ്തമാണ് നോക്കിയാൽ. 13-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ 19 മുതൽ സ്തോത്രം ഹല്ലേലൂയ വായിക്കാം. ആ നാളുകൾ ദൈവം സൃഷ്ടിച്ച സൃഷ്ടിയുടെ ആരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ കഷ്ടകാലം ആകും. അടുത്തത്, കർത്താവ് ആ നാളുകളെ ചുരുക്കിയിട്ടില്ല എങ്കിൽ ഒരു ജഡവും രക്ഷിക്കപ്പെടുകയില്ല. കാരണം എന്നാ? ഹല്ലേലൂയ. കർത്താവ് ഒരു ജഡവും സ്തോത്രം കർത്താവ് ആ നാളുകൾ ചുരുക്കിയിട്ടില്ല എങ്കിൽ ഒരു ജഡവും രക്ഷിക്കപ്പെടുകയില്ല. താൻ തിരഞ്ഞെടുത്ത വൃതന്മാർ നിമിത്തമോ അവൻ ആ നാളുകളെ ചുരുക്കിയിരിക്കുന്നു. അപ്പോൾ വൃതന്മാര് വചനത്തിന് വേണ്ടി നിൽക്കുന്നവരുടെ പ്രാർത്ഥന എവിടെ നിൽക്കുന്നു അതിനനുസരിച്ചാണ് ഈ തലമുറയിൽ കാര്യങ്ങൾ നടക്കുന്നത്. വൃതന്മാർ നിലവിളിക്കുന്നെങ്കിൽ ഈ കാലം വേഗം അവസാനിക്കും.
വൃതന്മാർ തെറ്റിപ്പോയാൽ മാത്രമേ ഈ കാലഘട്ടം താമസിക്കത്തുള്ളൂ. മനസ്സിലായോ? തെരഞ്ഞെടുക്കപ്പെട്ട വൃതന്മാർ വേഗം കർത്താവേ നീ വരണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് കാലങ്ങളെ വേഗം ചുരുക്കി കൊണ്ടുവരും. പക്ഷെ ഇന്ന് വ്രതന്മാരെ, കള്ള അപ്പോസ്തലന്മാരെയും കള്ളപ്രവാചകന്മാരെയും നോക്കി അവരുടെ സമ്പത്തും അവർ ചെയ്തു കൂട്ടുന്ന ശുശ്രൂഷകളും അവരുടെ സെറ്റപ്പുകളും കണ്ടു കഴിയുമ്പോൾ വ്രതന്മാർ ഉള്ളതുകൊണ്ട് പറയുകയാണ് കർത്താവ് നീ താമസിച്ച് വന്നാൽ മതി. ഇവിടുത്തെ കണ്ടീഷൻസ് ശ്രദ്ധിക്കണം. കഴിയുമെങ്കിൽ തന്റെ വൃതന്മാർ നിമിത്തം ആ നാളുകൾ ചുരുങ്ങും. പക്ഷെ വൃതന്മാരെ തെറ്റിച്ച് കളഞ്ഞാൽ പിന്നെ ആ നാള് ചുരുങ്ങുമോ? അപ്പൊ താമസം എങ്ങനെയാ വരുന്ന? വൃതന്മാർ നിമിത്ത താമസവും വരുന്നത്. ഇവിടെ ദൈവത്തിന്റെ കൃപയിൽ ഇരുന്നവർ തെറ്റിപ്പോയത് കൊണ്ടാണ് കാലഘട്ടം വീണ്ടും ദീർഘമാകുന്നത്. അങ്ങനെയാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. കഴിഞ്ഞ നാളുകളിൽ അനേക വിശുദ്ധന്മാർ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു, അനേക പ്രാർത്ഥിക്കുന്നവർ മാറ്റപ്പെട്ടു, അനേക അഭിഷിക്തന്മാര്, സ്തോത്രം അങ്ങനെ പറയരുതെന്നൊക്കെ ഉള്ള തിയറികളൊക്കെ പറയപ്പെടുന്നു. എങ്കിലും ഞാൻ പറയുക, ദൈവത്തിന്റെ അഭിഷേകം പ്രാപിച്ച വിശുദ്ധന്മാരെ കുറിച്ച് തന്നെ ഞാൻ പറയുന്നത്. ആ അഭിഷിക്തന്മാർ അനേകരും മാറ്റപ്പെട്ടു. എന്നാൽ മനസ്സിലാക്കണം, ഇന്നുള്ള സ്വന്തം സ്റ്റേജുകളിൽ കർത്താവിന്റെ വരവിനെ കുറിച്ച് പുരുഷാരവും പ്രസംഗിക്കുന്നില്ല. കർത്താവിന്റെ വരവിനെ കുറിച്ച് ഒരു വാക്കുകൊണ്ട് പോലും പറയാൻ പലരും തയ്യാറാകുന്നില്ല. കാര്യം എന്താ? തെറ്റിപ്പോയ വൃതന്മാരുടെ അടയാളമാണ് യേശുവിന്റെ മടങ്ങി വരവിനെ പ്രസംഗിക്കാത്തത്. വൃതന്മാർ തെറ്റിപ്പോയതിന്റെ അടയാളമാണ് മടങ്ങി വരുന്ന ക്രിസ്തുവിനെ പ്രസംഗിക്കാത്തത്. ആമേൻ. ആ ഭാഗം വായിച്ചിട്ട് അവിടെ വായിക്കുന്നതാണ്, സ്തോത്രം, ആ കർത്താവ് ആ നാളുകൾ ചുരുക്കിയിട്ടില്ല എങ്കിൽ ഒരു ജഡവും രക്ഷിക്കപ്പെടുകയില്ല. താൻ തെരഞ്ഞെടുത്ത വൃതന്മാർ നിമിത്തമോ അവൻ ആ നാളുകളെ ചുരുക്കിയിരിക്കുന്നു. അടുത്ത അന്ന് ആരെങ്കിലും നിങ്ങളോട് ഇതാ ക്രിസ്തു ഇവിടെ എന്നോ അതാ അവിടെ എന്നോ പറഞ്ഞാൽ വിശ്വസിക്കരുത്. അടുത്തത്, കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വ്രതന്മാരെയും തെറ്റിപ്പാനായി അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും. നിങ്ങളോ സൂക്ഷിച്ചു കൊള്ളുവിൻ, ഞാനെല്ലാം നിങ്ങളോട് മുൻകൂട്ടി പറഞ്ഞിരിക്കുന്നുവല്ലോ. അപ്പോൾ വ്രതന്മാരുടെ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഹൃദയത്തിൽ ഹൃദ്യമാക്കുകയും അതിനനുസരിച്ച് ദിവസങ്ങളെ ക്രമീകരിക്കുകയും ചെയ്യണം. അസാധാരണമായ ഒരു സംഭവം നടക്കുമ്പോൾ വചനത്തിൽ ഇതിനെക്കുറിച്ച് എന്ത് പറയുന്നു എന്ന് പരിശോധിക്കുന്ന പ്രാപ്തിയുള്ളവരെയാണ് വൃതന്മാർ എന്ന് പറയുന്നത്. സ്വന്തം ഭൂമിയിൽ നടക്കുന്ന ഒരു കാര്യങ്ങളും തിരുവെടുത്തുകൊണ്ട് ചോദന ചെയ്യാത്തവൻ വൃതന്മാരല്ല. ആമേൻ. എന്നും സ്പൂൺ ഫീഡിങ്ങിന് കീഴിലിരിക്കുന്നവർ വൃതന്മാരല്ല. ആരാണ് വൃതന്മാർ? നടക്കുന്ന സംഭവങ്ങളെ ഗ്രഹിച്ച് അതിനെ സ്വന്തം തിരുവെടുത്തിന്റെ വെളിച്ചത്തിൽ ഇരുന്നു കൊണ്ട് അതിനെ പരിശോധിക്കുന്നവരാണ് വൃതന്മാർ. അവർ വീഴാതെ വണ്ണം ദൈവരെ പണിത് നിർത്തിയിരിക്കുകയാണ്. പക്ഷേ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ അവർ വീണു പോകുന്നതാണ് കാണുന്നത്, അവർ തകരുന്നതാണ് കാണുന്നത്. അങ്ങനെയെങ്കിൽ പത്രോസ് അപ്പോസ്തലൻ അവിടെ പറഞ്ഞിരിക്കുന്ന വാക്യം നമുക്കൊന്നും കൂടെ വായിക്കാം. അവിടെ വായിക്കുന്നത്, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ ഹല്ലേലൂയ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിക്കുവാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതുള്ള. അടുത്തത്, കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും. അന്ന് ആകാശം കൊടുമുടുക്കത്തോടെ ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയുകയും ഭൂമിയും അതിന്റെ പണികളും വെന്തു പോകുകയും ചെയ്യും. ശ്രദ്ധിക്കണം, ഭൂമിയും അതിന്റെ പണികളും വെന്തു പോകും. അപ്പോൾ അതിനു മുമ്പേ കർത്താവിനായിട്ട് ഒരുക്കപ്പെട്ടിരിക്കുന്ന വിശുദ്ധന്മാർ കർത്താവിന്റെ രാജ്യത്തിൽ എടുക്കപ്പെടും. നമുക്കും ഒരുങ്ങാം, കർത്താവിന്റെ രാജ്യത്തിന് നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിക്കാം. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. നമുക്ക് ഇന്ന് പകൽ നേരം കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാ നന്മകളെ ഓർത്ത് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. നമുക്ക് പ്രാർത്ഥിക്കാം.